ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പാർട്ടിക്കിൾ ഡൈനാമിക്സ് നിങ്ങളുടെ S4 ഒന്നാമത്തെ ചാപ്റ്ററായ പാർട്ടിക്കിൾ ഡൈനാമിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ശരിക്കും ഒരു പ്രിലിമിനറി ഐഡിയാസ് മാത്രമാണ് ഈ പാർട്ടിക്കിൾ ഡൈനാമിക്സ് സെക്ഷനുള്ളത്. നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുള്ള പല കാര്യങ്ങളും ഒന്നുകൂടി റിവൈസ് ചെയ്യുന്ന ആ ഒരു ചാപ്റ്ററാണ് ഈ ഒരു പാർട്ടിക്കിൾ ഡൈനാമിക്സ് എന്ന് പറഞ്ഞിട്ട് വരുന്നത്. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ദാറ്റ് ഈസ് വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് ദ ന്യൂട്ടൺസ് ലോയെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ ന്യൂട്ടൺസ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ലോ. ദെൻ നമ്മളവിടെ കൊടുത്തൊരു ഡിസ്കസ് ചെയ്ത ടോപ്പിക്ക് വർക്ക് എന്താണ് ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ വർക്ക് എനർജി തിയറം, ദർ ഇസ് എ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ എന്ന കാര്യം നമ്മൾ എന്ത് ചെയ്തു, അവിടെ പ്രൂവ് ചെയ്തു. അപ്പോൾ ഇത്രയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിന്റെ റെക്കോർഡ് സെക്ഷൻ ഇന്ന് അവൈലബിൾ ആവും, ഇന്ന് അവൈലബിൾ ആവും. അത് നിങ്ങൾ നോക്കുക, ആ ഒരു സെക്ഷൻ ഒന്നുകൂടി ഒന്ന് കണ്ടു നോക്കുക, കണ്ടിട്ടില്ലാത്തവർ. ഓക്കെ. ഇന്ന് നമുക്ക് നോക്കേണ്ട ഫൈൻഡ് ദ കൺസർവേറ്റീവ് ഫോഴ്സ്. കൺസർവേറ്റീവ് ഫോഴ്സ് എന്താണ്, അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജി, ദെൻ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്, ദെൻ വർക്ക്, ഒരു ഫോഴ്സ് ഇൻ കൺസർവേറ്റീവ് ഫീൽഡ്. ഇതൊക്കെയായിരിക്കും നമ്മൾ ഇന്നത്തെ ദിവസത്തെ ഡിസ്കസ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ പ്രോബ്ലം സെക്ഷൻ കൂടി ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകാം, ഒരു ചാപ്റ്ററിന്റെ പ്രോബ്ലം സെക്ഷൻ. അപ്പോൾ നിങ്ങൾ നോക്കേണ്ട ടെക്സ്റ്റ് എന്ന് വെച്ചാൽ ക്ലാസിക്കൽ മെക്കാനിക്സ് JC ഉപാധ്യ. അപ്പോൾ PDF ഞാൻ അയച്ചു തരാം. അപ്പോൾ ആ ഒരു ടെക്സ്റ്റ് ആണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. ഗൈഡ്, അതായത് വിവേകാനന്ദ സാറിന് ഒരു ഗൈഡ് ഉണ്ട്. അപ്പോൾ ആ ഗൈഡ് വെച്ച് അത്രയും ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പറ്റില്ല, കാരണം ഒരു ബേസ് ഐഡിയ മാത്രമേ വരുന്നുള്ളൂ. പ്രോബ്ലംസ് എല്ലാം ചോദിക്കുന്നത് ക്ലാസിക്കൽ മെക്കാനിക്സ് JC ഉപാധ്യ ആ ഒരു ടെക്സ്റ്റിൽ നിന്നായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. എക്സാമിനേഷൻ ക്വസ്റ്റ്യൻസ് എല്ലാം അതിൽ നിന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ ഒരു ടെക്സ്റ്റ് തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ദാറ്റ് ഈസ് വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് ദ കൺസർവേറ്റീവ് ഫോഴ്സ്. ഓക്കെ. അപ്പോൾ എന്താണ് ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത്? അപ്പോൾ ഒരു കൺസർവേറ്റീവ് സാധാരണ ഫോഴ്സ് എന്ന് വെച്ചാൽ F ഈക്വൽ ടു ma, അതായത് m മാസുള്ള ഒരു ബോഡിയെ a ആക്സിലറേഷൻ മൂവ് ചെയ്യാൻ എടുക്കുന്ന എഫർട്ടാണ് ഫോഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വർക്ക് ഡൺ കൺസെപ്റ്റിലും ഫോഴ്സ് വരുന്നുണ്ട്. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യാൻ എടുക്കുന്ന ഫോഴ്സ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു ഡിസ്പ്ലേസ്മെന്റ് നടത്താൻ വേണ്ടി എടുക്കുന്ന വർക്ക് ഡൺ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് വർക്കിന്റെയും ഫോഴ്സിന്റെയും ഡെഫിനിഷൻ. അപ്പോൾ ഒരു ഫോഴ്സ് കൺസർവേറ്റീവ് ഫോഴ്സ് ആണെന്ന് പറയണമെങ്കിൽ അതിന്റെ റീസൺ അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ് വെച്ച് എന്താണ്, എ ഫോഴ്സ് ഇസ് സെഡ് ടു ബി കൺസർവേറ്റീവ് ദ വർക്ക് ഡൺ ബൈ മൂവിംഗ് എ പാർട്ടിക്കിൾ ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ പോയിന്റ്സ് നോട്ട് ദ പാത്ത്. പറഞ്ഞാൽ എന്താണെന്ന്, ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് എനിക്ക് ബി എന്ന് പറയുന്ന പോയിന്റിലോട്ട് എന്ത് ചെയ്യണം, ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇതില് ഞാൻ ഇതിന്റെ രണ്ട് പാത്ത് എനിക്ക് ഫോളോ ചെയ്യാം. ഒന്നുകിൽ എനിക്ക് ഇങ്ങനെ പോവാം, എയിൽ നിന്ന് പി വഴി ബിയിലോട്ട് പോവാം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് ക്യൂ എന്ന റീജിയൻ ക്യൂ വഴി കൂടി പോവാം. അപ്പൊ ഈ ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്യത്തില്ല, ഇത് ആ ഒരു ഡിസ്പ്ലേസ്മെന്റ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതായത് ഞാനിപ്പോൾ ഏത് പാത്ത് ഫോളോ ചെയ്യുന്നു എന്നതിനെ കുറിച്ച് എന്ത് ചെയ്യുന്നില്ല, അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ. അതായത് ഇപ്പൊ ഞാൻ എയിൽ നിന്ന് പി വഴി ബിയിൽ പോയാലും എയിൽ നിന്ന് ക്യൂ വഴി ബി പോയാലും എന്തായിരിക്കും, സെയിം എഫക്റ്റ് ആയിരിക്കും. അവിടെ ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചു, അത് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. ഓക്കെ. അല്ലാതെ ഞാനിപ്പോൾ ഏത് പാത്ത് ഫോളോ ചെയ്യണമെന്ന് എന്ത് ചെയ്യുന്നില്ല, പ്രത്യേകിച്ച് അവിടെ പറയുന്നില്ല. അപ്പൊ അതൊന്ന് എന്താണ്, ഇറ്റ് ഈസ് കോൾഡ് കൺസർവേറ്റീവ് ഫോഴ്സ്. നോർമലി പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. കാരണം ഇപ്പോൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സിൽ നമ്മളിപ്പോൾ എർത്തിന്റെ സർഫസിൽ ഒരു ഗ്രാവിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ ഏതൊരു പാത്ത് ഫോളോ ചെയ്ത് മാറ്റിയാലും, ഇപ്പോൾ ഞാൻ ഒരു ഒബ്ജക്റ്റ്, ഇപ്പോൾ ഒരു ടേബിളിന്റെ പുറത്തിരിക്കുന്ന ഒബ്ജക്റ്റിനെ, ഇതൊരു ടേബിളിന്റെ പുറത്തൊരു ഒബ്ജക്റ്റ്, ഒരു ടേബിളാണ്, പുറത്തൊരു ഒബ്ജക്റ്റ് ഇരിപ്പുണ്ട്. ഈ ഒരു ഒബ്ജക്റ്റിനെ ഞാൻ ഈ ഒരു പാത്തിൽ കൂടി ഇങ്ങനെ റൈസ് ചെയ്തു, ഞാൻ എടുത്തു, കയ്യിലെടുത്തു. അതിങ്ങനെ അല്പം ഒന്ന് ഇങ്ങനെ വളച്ചെടുത്തും പറഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല, അതവിടെ ഒരു വേരിയേഷൻ വരത്തില്ല. കാരണം എന്താണ്, ആ ഫീൽഡ് ഇതിന് മൊത്തത്തിൽ യൂണിഫോം ആയിട്ട് നിൽക്കുന്നത്. ഈ ഒരു ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്റെ ഫീൽഡ് നമ്മുടെ എർത്തിന്റെ സർഫസിൽ എന്താണ്, അത് യൂണിഫോമിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത് യൂണിഫോം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഏത് പാത്ത് ഫോളോ ചെയ്താലും എന്ത് ചെയ്യത്തില്ല, അത് അതിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. ഒരു ഫോഴ്സ് എന്ത് ചെയ്യത്തില്ല, അതിന്റെ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. ഞാൻ ഇതിനെ ഇങ്ങനെ എടുത്താലും, ഈ ഒരു സ്ട്രൈറ്റ് ലൈനിൽ എടുത്താലും, അല്പം ഒന്ന് ചുറ്റി എടുത്താലും എന്തായിരിക്കും, എനിക്ക് അവിടെ സെയിം എഫക്റ്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, അവിടെ വരുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഫോഴ്സസിനെ നമ്മൾ എന്ത് പറയുന്നത്, കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയും. അപ്പൊ ഇത് കൺസർവേറ്റീവ് ഫോഴ്സ്, നിങ്ങൾ ആദ്യം ഒരു കാര്യം ചിന്തിച്ചാൽ മതി, ദ ഫോഴ്സ് വിച്ച് ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദ പാത്ത് ഫോളോഡ് ബൈ ഇറ്റ്. ഓക്കെ, എന്ത് ചെയ്യത്തില്ല, അത് പാത്തിനെ ഫോളോ ചെയ്യുക. ഇനിഷ്യൽ പോയിന്റിനെ ഫൈനൽ പോയിന്റിനെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഈ കൺസർവേറ്റീവ് ഫോഴ്സസ് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പൊ അതാണ് കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇത് ഒരു എക്സാമ്പിൾ ആണ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. ഇനി നമുക്ക് എന്ത് പറയാം, വേറൊരു ഫോഴ്സ് ആണ് ഇലാസ്റ്റിക് ഫോഴ്സും ഉണ്ട്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. നിങ്ങൾ S3 പഠിച്ച ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്താണ്, അതും കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. അപ്പൊ അതും എന്ത് ചെയ്യുന്നില്ല, പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു പ്ലസ് ക്യൂ ചാർജ് ഇരിപ്പുണ്ട്, ഇവിടെ ഒരു മൈനസ് ക്യൂ ചാർജ് ഇരിപ്പുണ്ട്, മൈനസ് ക്യൂ ചാർജ്. അപ്പൊ ഈ ചാർജിനെ, ഇതൊരു മൈനസ് ക്യൂ ചാർജ് ആണ്. അപ്പൊ ഇതിന് ഞാൻ എന്ത് ചെയ്യുന്നു,
ഈ ഡയറക്ഷനിൽ കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നാലും ഇതൊന്ന് ഇങ്ങനെ കൊണ്ടുവന്നാലും എന്തായിരിക്കും, എനിക്ക് സെയിം എഫക്റ്റ് ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുന്നില്ല, പാത്തിന് ഇത് ഇവിടെ നിന്നാണ് കൊണ്ടുവരുന്നതെങ്കിലും മുകളിൽ നിന്ന് എവിടെ നിന്നുള്ളത് എന്തായിരിക്കും, സെയിം എഫക്റ്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ചാർജസിന് ഇൻ ബിറ്റ്വീൻ വരുന്ന ഫോഴ്സ് ആണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് 1/4πε0 Q1 Q2/r². ഇതാണെങ്കിൽ എന്തായിരിക്കും, ഇത് 1/4πε0 G into m1 m2/r². ഓക്കെ, Gmm/r². അതാണ് ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്റെ ഇക്വേഷൻ. ഇതെന്താണ്, ഇത് ഇറ്റ് ഈസ് ഫോർ ദി ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ് ഈ പറഞ്ഞത്. അതെന്ത് ചെയ്യുന്നില്ല അവിടെ, ഇറ്റ് വിൽ നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദ പാത്ത് ഫോളോഡ് ബൈ ഇനിഷ്യൽ പൊസിഷനെയും ഫൈനൽ പൊസിഷനെയും മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, കൺസ്ട്രക്റ്റീവ് ഫോഴ്സസ് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. എക്സാമ്പിൾ അല്ല, അതിന്റെ ഇക്വേഷൻ ബേസ് നോക്കാം. ഇപ്പോൾ നമ്മളിവിടെ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബി എന്ന് പറയുന്ന പോയിന്റിലോട്ട് ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്തു. ഒരു ഒബ്ജക്ട് എ ഇരിക്കുകയാണ്. സെക്കൻഡ് കേസ് അതിന്റെ ഫൈനൽ പൊസിഷൻ എന്താണ്, ഇറ്റ് വിൽ ബി ബി. അപ്പൊ ഈ ഒരു മൂവ് ചെയ്ത സമയത്ത് ഇതിന്റെ വർക്ക് ഡൺ എങ്ങനെ എടുക്കാം, വർക്കിന്റെ ഇക്വേഷൻ എന്താണ്, W is equal to എഫ് ഡോട്ട് എസ് അല്ലെങ്കിൽ എഫ് എസ് കോസ് തീറ്റ. ഓക്കെ, എഫ് എസ് കോസ് തീറ്റ. ഫോഴ്സും എസ് എന്താണ് അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റും, തീറ്റ മീൻസ് അവിടുത്തെ ആംഗിൾ ആണ്. ആക്ഷൻ ഓഫ് ദ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റുള്ള ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്. അപ്പൊ ഇതില് നമുക്ക് എന്തെടുക്കാൻ പറ്റും, ഇവിടുത്തെ വർക്ക് ഡൺ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഡബ്ല്യു എ ബി. ഡബ്ല്യു എ ബി വിത്ത് റെസ്പെക്ട് ടു പി. അപ്പോൾ നമ്മൾ വർക്ക് ഡൺ ഇൻ മൂവിങ് എ പാർട്ടിക്കിൾ ഫ്രം എ ടു ബി ബൈ ദ പാത്ത് പി. പി എന്ന് പറയുന്ന പാത്തിൽ കൂടി ഞാൻ മൂവ് ചെയ്തപ്പോൾ എടുത്ത ഫോഴ്സ് വർക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും, ഇന്റഗ്രൽ എ ടു ബി എഫ് ഡോട്ട് ഡി ആർ. ഡി ആർ ആണ് ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, എഫ് ഡോട്ട് ഡി ആർ നേട്ടി. ഇപ്പോൾ പി എന്ന് പറയുന്ന റീജിയനിൽ കൂടി പോയത്. ഇനി അടുത്ത് ഞാൻ ക്യൂ എന്ന് പറയുന്ന റീജിയനിൽ കൂടി പോയാലും എന്തായിരിക്കും, ക്യൂ എന്ന് പറയുന്ന റീജിയനിൽ കൂടി പോയാലും അവിടെ എനിക്ക് എന്തായിരിക്കും, ഇറ്റ് വിൽ ബി എ ബി. എ ബി തന്നെ ആയിരിക്കും റെസ്പെക്ട് ടു ക്യൂ. ക്യൂ എന്ന പാത്തിൽ കൂടി പോയി. അപ്പൊ ഇന്റഗ്രൽ എങ്ങനെ എടുക്കാൻ പറ്റും, ഇതും എന്ത് വരത്തുള്ളൂ, ഇന്റഗ്രൽ എ ടു ബി വരത്തുള്ളൂ. കണ്ടോ, ക്യൂ ഇന്ന് ഇതുവഴി പോകുന്നു. ഇന്റഗ്രൽ എ ടു ബി എഫ് ഡോട്ട് ഡി ആർ. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞൊരു ഡെഫിനിഷൻ അനുസരിച്ചിട്ടാണെങ്കിൽ എന്ത് കിട്ടും, ഇപ്പൊ പറഞ്ഞ ആ ഒരു ഡെഫിനിഷൻ അനുസരിച്ചിട്ടാണെങ്കിൽ നമ്മളിപ്പോ എടുത്തത് ഡബ്ല്യു എ ബി പി, ഡബ്ല്യു എ ബി ബൈ ദ പാത്ത് പി. പി എന്ന് പറയുന്ന പാത്തിൽ കൂടി പോയപ്പോൾ വർക്ക് ഡണ്ണും അതുപോലെ തന്നെ ക്യൂ എന്ന് പറയുന്ന പാത്തിൽ കൂടി പോയപ്പോൾ വർക്ക് ഡണ്ണും എന്തായിരിക്കണം, ക്യൂ എന്ന് പറയുന്ന പാത്തിൽ കൂടി പോയപ്പോൾ വർക്ക് ഡൺ നമുക്ക് ഈക്വൽ ആയിരിക്കണം. അപ്പൊ ഇതാണ് നമ്മൾ കൺസ്ട്രക്റ്റീവ് ഫോഴ്സിന്റെ ഡെഫിനിഷൻ ഇപ്പോൾ പറഞ്ഞത്. ഇത് നമ്മൾ നോക്കുന്നത് ഇപ്പൊ ഇതില് എയിൽ നിന്ന് ഇത് പിയിലോട്ട് പോയി, എയിൽ നിന്ന് ബിയിലോട്ട് പി എന്ന് പറയുന്ന പാർട്ടിൽ കൂടി പോവുകയാണ്. അപ്പൊ അതും സപ്പോസ് ഈ പാർട്ടിക്കിൾ ഇസ് ടേക്കൺ ഫ്രം എ ടു ബി, എയിൽ നിന്ന് ബിയിലോട്ട് പോവുകയാണ് along the path പി. പി എന്ന് പറയുന്ന പാത്തിലൂടെ എന്ത് ചെയ്തത്, എയിൽ നിന്ന് ബിയിലോട്ട് പോയത്. അടുത്ത് എന്ത് ചെയ്യുവാണ്, ദാറ്റ് ഈസ് ഡോട്ട് ബാക്ക് ടു എ along the path ക്യൂ. ഓക്കെ, ഇത് ഇവിടെ എന്ത് ചെയ്യുന്നു, അടുത്ത് ബിയിൽ നിന്നും തിരിച്ചു വരുവാണ്. ഒരു സർക്കുലർ പാത്തിൽ പോകും പോലെ വരുവാണ്. അപ്പൊ എയിൽ നിന്ന് പി എന്ന് പറയുന്ന സെക്ഷനിൽ കൂടി ബിയിലെത്തി, അടുത്ത് ബിയിൽ നിന്നും ക്യൂവിൽ കൂടി എന്താണ് തിരിച്ച് എയിലോട്ട് വരുവാണ്. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് അവിടുത്തെ ടോട്ടൽ വർക്ക് ഡൺ നമുക്ക് എന്തെടുക്കാൻ പറ്റും, ടോട്ടൽ വർക്ക് ഡൺ ദാറ്റ് ഈസ് ദ ടോട്ടൽ വർക്ക് ഡൺ is equal to W is equal to എന്താ, W A B of P. P പാത്തി കൂടി അങ്ങോട്ട് പോയി, അത് ഒരു വർക്ക് ഡൺ. ടോട്ടൽ വർക്ക് ഡൺ ആണ് പറയുന്നത്. അപ്പൊ ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുമ്പോൾ പി എന്ന് പറയുന്ന റീജിയനിൽ കൂടി പോയതും ക്യൂ എന്ന് പറയുന്ന റീജിയനിൽ കൂടി പോയതിന്റെ സം ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഒരു ഒബ്ജക്ട് ഇവിടെ നിന്ന് മൂവ് ചെയ്ത് ബിയിലെത്തി, പിയിൽ കൂടി തിരിച്ച് ബിയിൽ നിന്ന് ക്യൂവിൽ കൂടി എന്ത് ചെയ്യണം, തിരിച്ച് എയിൽ വരുവാണ്. അപ്പൊ അതിന്റെ ടോട്ടൽ വർക്ക് ഡൺ ആദ്യം ഈ ഒരു സെക്ഷന്റെ വർക്ക് ഡൺ വരും, അടുത്ത് എന്ത് ചെയ്യും, ഈ ഒരു സെക്ഷന്റെ വർക്ക് ഡൺ വരും. അപ്പോൾ ഒന്നാമത്തെ വർക്ക് ഡൺ നമ്മൾ എഴുതി ഡബ്ല്യു എ ബി ഓഫ് പി എന്ന് എഴുതി, പ്ലസ് എന്ത് ചെയ്യണം, ഇനി അടുത്ത് തിരിച്ചുള്ളതാണല്ലോ, തിരിച്ചുള്ള വർക്ക് ഡൺ എന്താണ്, അത് ബി ടു എ ആണ്. ബി ടു എ ത്രൂ ഏതാണ്, ത്രൂ ക്യൂ ആണ്. ഓക്കെ, ബി ടു എ ത്രൂ ക്യൂ ആണ്. അപ്പൊ ഇതില് നമ്മൾ നോക്കുമ്പോൾ ശരിക്കും ഈ ഒരു ഇവിടെ എഴുതിയ അനുസരിച്ചിട്ട് ഇതിന്റെ ഇൻവേഴ്സ് അല്ല ഇത് വരുന്നത്, നെഗറ്റീവ് സൈൻ തിരിച്ചു വരുമ്പോൾ. ഇതിപ്പോ നമ്മൾ ഡബ്ല്യു എ ബി എന്ന് എഴുതി, അതിന്റെ ഓപ്പോസിറ്റ് ആണ് ബി എന്ന് പറയുന്നത്. നമുക്കിവിടെ എന്ത് എടുക്കാൻ പറ്റും, ദാറ്റ് ഈസ് വി ക്യാൻ റിട്ടൺ ആസ് ഡബ്ല്യു ബി എന്ന് പറയുന്നത് എന്താണ്, ഡബ്ല്യു ബി എന്ന് പറയുന്നത്, ഡബ്ല്യു ബി എഫ് ക്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മൈനസ് ഓഫ് ഡബ്ല്യു എ ബി ഓഫ് ക്യൂ ആണ്. ഓക്കെ, ഡബ്ല്യു എ ബി ഓഫ് ക്യൂ. കാരണം എന്താണ്, നേരത്തെ നമ്മളിപ്പോ ശരിക്കും ഇത് ചാർജിന്റെ ഇതൊന്നും അല്ല വരുന്നത്, നമുക്ക് ആ ഒരു പാത്തിന്റെ കേസിൽ നമ്മൾ ഡയറക്ഷൻ എടുക്കുവാണ്. ഓക്കെ, ഡയറക്ഷൻ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിൽ വരുമ്പോൾ നേരത്തെ നമ്മൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇത് പോസിറ്റീവ് എടുക്കാം. നമ്മൾ എടുത്തത് നേരത്തെ പോസിറ്റീവ് ആണ്, എ ടു ബി. ക്യൂ എയിൽ നിന്ന് ബിയിലോട്ട് പോകുന്ന സമയത്ത് ക്യൂ പാത്ത് ഫോളോ ചെയ്തു, അത് ഇങ്ങനത്തെ ഈ ഒരു കണ്ടീഷൻ, ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്ന കേസാണ് പറഞ്ഞത്, ഈ ഒരു ഡയറക്ഷനിലോട്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ എടുത്തത് എങ്ങനെയാണ്, തിരിച്ചാണ് എടുത്തത്. ഇപ്പൊ നമ്മൾ എടുത്തതിൽ തിരിച്ചു വന്നു, ഇങ്ങനെയാണ് വന്നത്, ഇങ്ങോട്ടാണ് വന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അബ്സല്യൂട്ട് നമ്മളിവിടെ ആ ഒരു മൈനസ് സൈൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും.
അപ്പോൾ ഈ ഒരു മൈനസ് സൈൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു വാല്യൂവിനെ എടുത്ത് ഈ ഒരു ഇക്വേഷനിൽ കൊടുക്കാൻ പോകും. ഈ ഒരു ഇക്വേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ ഇതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ദാറ്റ് ഈസ് W is equal to WAB of P. ഇതിന് പകരം എന്ത് കൊടുക്കാം? മൈനസ് WAB of Q എന്ന് കൊടുക്കാൻ പറ്റും. ഇതെന്ത് കിട്ടും? 0 ആയിട്ട് പോകും. നമുക്ക് എന്ത് പറയാൻ പറ്റും? ദാറ്റ് ഈസ് the work done by a conservative force on a closed path is 0. Okay. അപ്പോൾ ഒരു കൺസ്ട്രക്റ്റീവ് ഫോഴ്സ് ആണെങ്കിൽ അവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദാറ്റ് ഈസ് the work done എന്താണ് അവിടെ? 0 ആണ്. ടോട്ടൽ വർക്ക് ഡൺ. കാരണം ഇങ്ങോട്ട് പോകുന്നത് തിരിച്ചു വരുന്നത്. നമ്മൾ എടുക്കുമ്പോൾ എന്ത് കിട്ടും? ആ നെഗറ്റീവ് സൈൻ വരും. അപ്പോൾ നെഗറ്റീവ് സൈൻ വരുന്ന സമയം നമുക്ക് എന്ത് ചെയ്യാം? മനസ്സിലായോ അതെങ്ങനെ വന്നതെന്ന്? ഇവിടെ നമ്മൾ ഇങ്ങോട്ട് ഈ ഒരു ഡയറക്ഷനിലോട്ട് പോയി, തിരിച്ച് ഈ ഒരു ഡയറക്ഷനിലോട്ട് വന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ദാറ്റ് ഈസ് ദ വർക്ക് ഡൺ. വർക്ക് ഡൺ ഒരു കൺസ്ട്രക്റ്റീവ് ഫോഴ്സ് ഫീൽഡിലാണെങ്കിൽ വർക്ക് ഡൺ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി 0. ഓക്കെ. ഹെൻസ് പ്രൂവ് ദാറ്റ് ദ കൺസ്ട്രക്റ്റീവ് ഫോഴ്സ് അറൗണ്ട് എ ക്ലോസ്ഡ് പാത്ത് ഈസ് 0 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രൂഫാണ് എഴുതേണ്ടത്. ഓക്കെ. ഇതാണ് പ്രൂഫ്. W is equal to 0 എന്ന് കിട്ടും. അപ്പോൾ കൺസ്ട്രക്റ്റീവ് ഫോഴ്സ് മീൻസ് അതെന്താണ്? സെൻട്രൽ ഫോഴ്സ് ആയിരിക്കും. കൺസ്ട്രക്റ്റീവ് ഫോഴ്സ് സെൻട്രൽ ഫോഴ്സസ്, ഒരു സെന്ററിലോട്ട് ഫോക്കസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് സെൻട്രൽ ഫോഴ്സ്. ഇപ്പൊ നമുക്ക് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആയാലും ടുവേഴ്സ് ദ സെന്റർ. ഓക്കെ. അത് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റീവ് സെൻസിൽ എടുക്കണ്ട. ജസ്റ്റ് ഇപ്പൊ പറയുന്നത് നമ്മുടെ എർത്തിന്റെ സെന്ററിലോട്ട് ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, ആ ഒരു കൺസെപ്റ്റ് എടുത്താൽ മതി. ഓക്കെ. രണ്ട് ഹെവി മാസ് ഉള്ള ബോഡീസ് ആണെങ്കിൽ അതെന്ത് ചെയ്യും? ആ ഒരു മാസ് ഉള്ള ബോഡിയുടെ സെന്ററിലോട്ട് എന്ത് ചെയ്യും? ആ ഫോഴ്സ് കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പൊ അതാണ് സെൻട്രൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ സണ്ണും എർത്തും ആണെങ്കിൽ എന്ത് ചെയ്യും? സണ്ണിന്റെ ആ ഒരു സെന്ററിലോട്ട് എർത്തിന്റെ ആ ഒരു ഫോക്കസ് ഇത് കിട്ടുന്നുണ്ട്, ഒരു ഗ്രാവിറ്റേഷൻ പുള്ള് കിട്ടുന്നുണ്ട്. ഓക്കെ. അതുപോലെ അതിന് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആകുന്ന കേസിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണെങ്കിൽ എന്തായിരിക്കും? ടുവേഴ്സ് ദ പോസിറ്റീവ് ചാർജ്. ആ ചാർജിലോട്ട് എന്ത് ചെയ്യും? ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കാണും. ഓക്കെ. അതൊക്കെയാണ് കൺസ്ട്രക്റ്റീവ് ഫോഴ്സ്, സെൻട്രൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സെൻട്രൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഡൺ എന്തായിരിക്കും? ക്ലോസ്ഡ് പാത്തിൽ അത് 0 ആയിരിക്കും. അത് ശരിക്കും ഒരു വർക്ക് ഡൺ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് ആണ് നമുക്ക് കൺസ്ട്രക്റ്റീവ് ഫോഴ്സ് വരുന്നത്. ഇനി നോൺ കൺസ്ട്രക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. നോൺ കൺസ്ട്രക്റ്റീവ് ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ആ ഒരു പാത്ത് ഡിപ്പെൻഡന്റ് ആയിരിക്കും. ഓക്കെ. നോൺ കൺസ്ട്രക്റ്റീവ് ഫോഴ്സ്, കൺസ്ട്രക്റ്റീവ് ഫോഴ്സിന്റെ വർക്ക് ഡൺ ആണ് 0 എന്ന് പറയുന്നത്. നോൺ കൺസ്ട്രക്റ്റീവ് ഫോഴ്സ് എന്താണ്? അത് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. The work done by a force on a particle that move between 2 points depend on the path followed them is called a non-conservative force. Okay. Non-conservative forces എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ അതെന്ത് ചെയ്യുന്നു? പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുക മീൻസ് അതിപ്പോൾ സർഫസിൽ കൂടി പോകും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫ്രിക്ഷൻ ഫോഴ്സ് എന്താണ്? ഫ്രിക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് നോൺ കൺസ്ട്രക്റ്റീവ് ഫോഴ്സ് ആണ്. അപ്പോൾ നോൺ കൺസ്ട്രക്റ്റീവ് ഫോഴ്സിൽ ഫ്രിക്ഷൻ ഫോഴ്സ് ശരിക്കും അതിന്റെ സർഫസിനെ എന്ത് ചെയ്യുന്നു? ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഏത് സർഫസിൽ കൂടെയാണ് പോകുന്നത്, അല്ലാതെ ഏത് പാത്താണ് ഫോളോ ചെയ്യുന്നത്, അതിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ. അതൊരു കൺസ്ട്രക്റ്റീവ് ഫോഴ്സ് ആണ്. നെക്സ്റ്റ് വിസ്കസ് ഫോഴ്സ്. വിസ്കസ് ഫോഴ്സും അതിന്റെ പാത്തിനെയും ആ മെറ്റീരിയൽ ഏതൊരു ഒബ്ജക്റ്റീവ് ലിക്വിഡിലൂടെയാണ് പോകുന്നത്, ഒരു വിസ്കസ് ഫോഴ്സ് നോക്കുന്നത്. അപ്പൊ അതിന്റെ ആ ഒരു ലിക്വിഡിന്റെ പാരാമീറ്റർ, അതുപോലെ അതിന്റെ പാത്ത്, ഇതെല്ലാം എന്ത് ചെയ്യുന്നു? അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ അത്രയും ഫ്രീ ടു മൂവ് അല്ല. ശരിക്കും അത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രിക്ഷൻ ഫോഴ്സിനും അതുപോലെ തന്നെ വിസ്കസ് ഫോഴ്സിന് കൺസ്ട്രെയിൻസ് ഉണ്ട്. എന്താണ് കൺസ്ട്രെയിൻസ് ഒക്കെ നിങ്ങൾ ലഗ്രാഞ്ചിയൻ പഠിക്കുന്ന സമയത്ത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കും, കൺസ്ട്രെയിൻസ് എന്താണെന്ന് കുറിച്ചിട്ട്. അപ്പോൾ മനസ്സിലായി എന്താണ് കൺസ്ട്രെയിൻ. അത് റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത്. അതിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൽ വരുന്ന ഡിസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. മൂവ്മെന്റ് വരുന്ന ഒരു എന്താ പറയുക, നമുക്കൊരു തടസ്സം പറയുക, അല്ലെങ്കിൽ അങ്ങോട്ട് മൂവ് ചെയ്യാൻ സമ്മതിക്കാതിരിക്കുക, അതിനെയാണ് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ശരിക്കും വിസ്കസ് ഫോഴ്സിനും ഫ്രിക്ഷൻ ഫോഴ്സിനും അതിലൊക്കെ വരുന്നത് കൺസ്ട്രെയിൻസ് വരും. അപ്പോൾ അതുകൊണ്ടാണ് നോൺ കൺസ്ട്രക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യുന്നുണ്ട്? അതവിടെ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ. പാത്ത് ഡിപ്പെൻഡ് ചെയ്യും. പാത്ത് ഡിപ്പെൻഡ് അല്ലെങ്കിൽ ഏത് പാത്തിലൂടെയാണ് പോകുന്നത്, ഏത് പാത്താണ് ഫോളോ ചെയ്യുന്നത്, അതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് എന്ത് ചെയ്യുന്നത്? നോൺ കൺസ്ട്രക്റ്റീവ് ഫോഴ്സുകൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് വർക്ക് ഡൺ കാണും. വർക്ക് ഡൺ എന്ത് ചെയ്യത്തില്ല? 0 ആയിട്ട് പോകത്തില്ല. നോൺ കൺസ്ട്രക്റ്റീവ് ഫോഴ്സസ് ചെയ്യുന്നതിൽ വർക്ക് ഡൺ ഉണ്ടാവും. നോൺ കൺസ്ട്രക്റ്റീവ് ഫോഴ്സിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മളോട് എന്ത് ചെയ്തേ പറ്റുള്ളൂ? വർക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. വർക്ക് ഉണ്ടാവും. ഓക്കെ. മറ്റേതാണ് വർക്ക് ഡൺ 0 ആണ്. ഇതിൽ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് വരുന്ന ഫ്രിക്ഷൻ ഫോഴ്സ്, വിസ്കസ് ഫോഴ്സ് ഒക്കെയാണ് എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ ഈ നോൺ കൺസ്ട്രക്റ്റീവ് ഫോഴ്സിന്റെ കേസിൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് നെഗറ്റീവ് വാല്യൂഡ് ആയിരിക്കും. ഓക്കെ. മിക്കപ്പോഴും അത് നെഗറ്റീവ് വാല്യൂ ആയിരിക്കും വരുന്നത്. കാരണം നമ്മൾ ആ ഒരു ഫ്രിക്ഷൻ ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഫ്രിക്ഷൻ ഫോഴ്സ് ശരിക്കും ആക്ച്വലി അവിടെ ഉണ്ട്. അപ്പോൾ അതിന് എഗെയിൻസ്റ്റ് ആണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? അത് നെഗറ്റീവ് വാല്യൂസ് ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുന്നത്. ഇത്രയാണ് നമുക്ക് ആ ഒരു കൺസ്ട്രക്റ്റീവ് ഫോഴ്സിന്റെ ഇതിലും നോൺ കൺസ്ട്രക്റ്റീവ് ഫോഴ്സിലും ഡിസ്കസ് ചെയ്യുന്നത്. കൺസ്ട്രക്റ്റീവ് ഫോഴ്സ് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ അതുകൊണ്ട് തന്നെ അവിടുത്തെ വർക്ക് ഡൺ എന്താണ്? വർക്ക് ഡൺ 0 ആയിരിക്കും. ഈ ഒരു നോൺ കൺസ്ട്രക്റ്റീവ് ഫോഴ്സ് ആണെങ്കിൽ വിച്ച് വിൽ ഡിപ്പെൻഡ് അപ്പോൺ ദ പാത്ത് ഫോളോഡ് ബൈ, സോ ദർ വിൽ ബി എ നെഗറ്റീവ് വർക്ക് ഡൺ. ഓക്കെ. ഇത്രയാണ് നമുക്ക് ഈ ഒരു കൺസ്ട്രക്റ്റീവ് ഫോഴ്സിലും നോൺ കൺസ്ട്രക്റ്റീവ് ഫോഴ്സിലും ഉള്ളത്. ഓക്കെ. അപ്പോൾ നമ്മൾ പൊട്ടൻഷ്യൽ എനർജിയാണ് അടുത്ത് നമുക്ക് നോക്കേണ്ടത്. നമ്മൾ കൺസ്ട്രക്റ്റീവ് ഫോഴ്സ് നോക്കി, ഇനി പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ നമ്മൾ
മുമ്പോട്ടേ പൊട്ടൻഷ്യൽ എനർജി കൊണ്ട് നമുക്കൊരു കൺസെപ്റ്റ് ഉണ്ട്. എന്താണ് റെസ്റ്റ് ഇരിക്കുന്ന ഒബ്ജക്റ്റ് കിട്ടുന്ന ഒരു എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ അത് നമുക്ക് ആ ഒരു റെസ്റ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റ് കിട്ടുന്ന പൊട്ടൻഷ്യൽ എനർജി കൺസെപ്റ്റ് ശരിക്കും 12th ലെവൽ വരെയൊക്കെ നമുക്ക് അത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി മീൻസ് ഒരു ഫീൽഡിനുള്ളിൽ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന് കിട്ടുന്ന എനർജിയാണ് എന്ത് പൊട്ടൻഷ്യൽ എനർജി എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിപ്പോ നമ്മൾ സാധാരണ 12th ക്ലാസ് വരെ MgH എന്ന് പറഞ്ഞ ഇക്വേഷൻ മാത്രം യൂസ് ചെയ്ത് നമ്മൾ പൊട്ടൻഷ്യൽ എനർജിയെ കുറിച്ച് പഠിക്കുന്നത് കൂടുതലായിട്ട്. ഇപ്പോൾ റെസ്റ്റ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന് കിട്ടുന്ന എനർജി നമ്മൾ അല്ലെങ്കിൽ ഹൈറ്റ് കാരണം അല്ലെങ്കിൽ H എന്ന് പറഞ്ഞ ഹൈറ്റ് കാരണം കിട്ടുന്ന എനർജി ഇങ്ങനെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ പൊട്ടൻഷ്യൽ എനർജി ടേം കൊണ്ട് മിക്കപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് ശരിക്കും നമ്മൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്റെ കേസിൽ പറയുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ അവിടെ പൊട്ടൻഷ്യൽ എനർജിക്ക് ആ ഒരു MgH എന്ന ഇക്വേഷൻ എപ്പോഴും നമ്മൾ യൂസ് ചെയ്ത് ഫെമിലറൈസ് ചെയ്യും. നമ്മൾ കൈനറ്റിക് എനർജി ഹാഫ് mv² എന്ന് പറയും. ഇതിന് എന്ത് പറയും MgH എന്ന് പറയും. അത് ശരിക്കും പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ അതെന്താണ് നമ്മുടെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയാണ് ആ MgH എന്ന് പറയുന്ന ടേംസ് വരുന്നത്. ഇനി നമ്മൾ പഠിക്കുന്ന ചാപ്റ്റേഴ്സിലൊക്കെ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചണം ഹിസ്റ്ററിയിൽ പഠിച്ചണം ഇലക്ട്രോഡൈനാമിക്സിൽ അവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. അതെന്താണ് ആ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് കാരണം കിട്ടുന്ന പൊട്ടൻഷ്യൽ എനർജി ആണ് എന്ത് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ അത് ആ ഒരു ഫീൽഡിൽ ആ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇരിക്കുന്ന സമയത്ത് എന്ത് കിട്ടുന്നു ആ ഒരു ഒബ്ജക്റ്റിന് കിട്ടുന്ന എനർജി. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞ ഒരു ജനറൽ കേസിൽ പറയുവാണ് എന്താണ് പൊട്ടൻഷ്യൽ എനർജിയെ കുറിച്ചിട്ട് ദാറ്റ് ഈസ് ദ എനർജി പോസസ്ഡ് ബൈ എ പാർട്ടിക്കിൾ ഡ്യൂ ടു ഇസ് പൊസിഷൻ ഇൻ എ ഫീൽഡ്. അല്ലെങ്കിൽ ഫോഴ്സോ ഒരു ഫീൽഡിലോ ഇരിക്കുന്ന സമയത്ത് ആ ഒരു ഒബ്ജക്റ്റിന് കിട്ടുന്ന പൊസിഷൻ കാരണം കിട്ടുന്ന എനർജിയാണ് എന്ത് ഇറ്റ് ഈസ് കോൾഡ് പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് കൺസിഡർ പാർട്ടിക്കിൾ അണ്ടർ ദ ആക്ഷൻ ഓഫ് ഫോഴ്സ്. ഒരു ഒബ്ജക്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ ആ ഒരു ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട് ഇറ്റ് ഈസ് അണ്ടർ എ ഫോഴ്സ്, ഒരു ഫോഴ്സ് ഫീൽഡിലാണ് ഇരിക്കുന്നത്. ഓക്കെ, ഒരു ഫോഴ്സ് ആക്റ്റീവ് ആണ്. അപ്പോൾ ഇവിടെ F എന്ന് പറയുന്ന ഫോഴ്സ് ആണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഇതിലോട്ട് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ നോർമലി ഇതിപ്പോ ഒരു ഫോഴ്സ് ഫീൽഡ് ഇരിപ്പുണ്ട്. നമുക്കിപ്പോൾ ഒരു ചാർജ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പോലെ നമുക്ക് നോക്കാം. ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഉണ്ട്. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിൽ ഇവിടെ Q എന്ന് പറയുന്ന ചാർജ് എന്ത് ചെയ്യുന്നുണ്ട് Q എന്ന് പറയുന്ന ചാർജ് നമ്മൾ പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, ഒരു Q എന്ന ചാർജ് വെച്ചിരിക്കാം. അപ്പൊ ഇവിടെ ടോട്ടലി ഇതിനെന്തുണ്ട് ഒരു ഫോഴ്സ് ഉണ്ട്. കാരണം എന്താണ് ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഇലക്ട്രിക് ഫീൽഡ് കാരണം ഒരു ഫോഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കറണ്ട് കാരിങ് ലൂപ്പ് ആയിരിക്കാം. അത് ഇലക്ട്രിക് ഫീൽഡ് കാരണം ഒരു ഫോഴ്സ് കൊടുത്താൽ എന്ത് ചെയ്യും അത് അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ആണ് വെച്ചിരിക്കുന്നത് എന്ത് ചെയ്യുന്നുണ്ട് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ അതിന് ഫോഴ്സ് കിട്ടും. അത് കൺസെപ്റ്റ് മനസ്സിലായല്ലോ, ടോർക്ക് ഫോഴ്സ് എന്നൊക്കെ വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഇപ്പൊ ആ ഒരു പൊട്ടൻഷ്യലിലാണ് ഇരിക്കുന്നത്. ഒരു പൊട്ടൻഷ്യൽ ഫീൽഡിലാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഞാനിപ്പോ ആ ഒരു പാർട്ടിക്കിളിനെ വെച്ചിരിക്കുന്നത്. അപ്പൊ അതിന് നോർമലി അവിടെ F എന്ന് പറയുന്ന ഫോഴ്സ് അവിടെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. F എന്ന് പറയുന്ന ഫോഴ്സ് അവിടെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് പുറമെ ഞാൻ എന്ത് ചെയ്യുന്നു ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഞാൻ ഇവിടെ പുറത്തുനിന്ന് എന്ത് ചെയ്യുന്നു ഇതിനോട്ട് അപ്ലൈ ചെയ്യുന്നു. ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഞാൻ പുറത്തുനിന്ന് എന്ത് ചെയ്യുന്നു അപ്ലൈ ചെയ്യുവാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് പറയാം ദാറ്റ് ഈസ് ദ ടോട്ടൽ ഫോഴ്സ് ആക്ടിങ്. ഇവിടെ ആക്ട് ചെയ്യപ്പെടുന്ന ടോട്ടൽ ഫോഴ്സിന് എന്തെന്ന് എടുക്കാൻ പറ്റും ദാറ്റ് ഈസ് ദ ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദി സിസ്റ്റം വിൽ ബി F പ്ലസ് F എന്ന് എടുക്കാൻ പറ്റും. ഓക്കെ, ഇസ് ഈക്വൽ ടു 0. ഇക്വേറ്റ് ചെയ്ത് 0 കൊടുത്തു. F എന്ന് വെച്ചാൽ എന്താണ് ഇറ്റ് ഈസ് ദ ഫോഴ്സ് ഡ്യൂ ടു ദ ഫോഴ്സ് ഫീൽഡ്. അത് ഇരിക്കുന്ന ഫോഴ്സ് ഫീൽഡ് കാരണം ഇപ്പോൾ നമ്മൾ എർത്തിൽ ഒരു ഒബ്ജക്റ്റ് ഇരിക്കുവാണ്, സർഫസ് ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഇരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും അതിന് ഗ്രാവിറ്റേഷൻ പുള്ള് കാരണം ഒരു ഫോഴ്സ് അതിനുണ്ട്. അതിന് പുറമെ ഞാനിപ്പോൾ ഫുട്ബോൾ ഒന്ന് കാലോട്ട് കിക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും കിക്ക് ചെയ്യുന്ന സമയത്ത് അത് എന്റെ എനർജി അതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ഞാൻ ഒരു ഫോഴ്സ് അങ്ങോട്ട് കൊടുക്കുന്നു. അപ്പോൾ അതാണ് എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് ഫോഴ്സ് ഉണ്ട്. ദാറ്റ് ഈസ് ദ ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബോഡി വിച്ച് ഈസ് ഈക്വൽ ടു F പ്ലസ് FA ഇസ് ഈക്വൽ ടു എന്ന് പറയാം 0 എന്ന് പറയാം. ഇല്ലെങ്കിൽ FA യുടെ വാല്യൂ എന്ന് എടുക്കാൻ പറ്റും FA വിച്ച് ഈസ് ഈക്വൽ ടു F മൈനസ് F എന്ന് എടുക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് ആക്റ്റീവ് ആയിട്ടുള്ള ഫോഴ്സ്. അടുത്ത് ഈ ഒരു പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പോൾ A എന്ന് പറയുന്ന പൊസിഷനിൽ മറ്റൊരു പൊസിഷനിലോട്ട് ഇത് A എന്ന് പറയുന്ന പൊസിഷൻ അടുത്ത് എന്ത് ചെയ്യുന്നു അത് B എന്ന് പറയുന്ന ഒരു പൊസിഷനിലോട്ട് മൂവ് ചെയ്യാണ്. പതുക്കെയാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ വെലോസിറ്റിയിലൊന്നും ചേഞ്ച് ചെയ്യുന്നില്ല. വെലോസിറ്റി ചേഞ്ച് തീരെയും കുറവാണ്. വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നില്ല. വെലോസിറ്റി കുറവാണ്. വെലോസിറ്റി നമുക്ക് 0 എന്ന് പറയാനില്ല, ജസ്റ്റ് ഒരു വെലോസിറ്റി, ചെറിയൊരു വെലോസിറ്റി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ദാറ്റ് ഈസ് ദ വെലോസിറ്റി 0 ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വെലോസിറ്റി തീരെയും കുറഞ്ഞു കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി എന്ത് ചെയ്യും 0. കാരണം കൈനറ്റിക് എനർജി ടേമിൽ എന്താണ് വരുന്നത് ഹാഫ് mv² ആണ് കൈനറ്റിക് എനർജി ടേം. അതായത് ഇവിടെ പറയുന്നതിൽ ടോട്ടൽ എനർജി ഓഫ് ദ സിസ്റ്റം എന്ന് വെച്ചാൽ എന്താണ് ഇസ് ഈക്വൽ ടു Ke പ്ലസ് Pe ആണ്. കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും സം ആണ്. ഇവിടെ നമുക്കിപ്പോൾ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാനായിട്ട് ഞാനിപ്പോൾ ഇതിനൊരു പൊട്ടൻഷ്യൽ ഫീൽഡിൽ വെച്ചിട്ടുണ്ട്. പ്ലസ് ഞാൻ അഡീഷണൽ ഫോഴ്സ് കൊടുത്തു. ഫോഴ്സ് ഇതിനെ മൂവ് ചെയ്യുന്നു. A എന്ന് പറയുന്ന പോയിന്റ് B എന്ന് പറയുന്ന പോയിന്റിലോട്ട് മൂവ് ചെയ്യുന്നു. അപ്പോൾ പോയിന്റ് മൂവ് ചെയ്യുന്ന സമയത്ത് തീരെ പതുക്കെ മൂവ് ചെയ്യുന്നു. സ്ലോയിൽ മൂവ് ചെയ്യുന്ന റീസൺ എനിക്കൊരു കൈനറ്റിക് എനർജിയുടെ വാല്യൂ 0 ആക്കണം. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൽ ടോട്ടലി എനിക്ക് പൊട്ടൻഷ്യൽ എനർജി ടേംസിലോട്ട് മാത്രം എന്ത് ചെയ്യണം ഇവിടെ കൊണ്ടുവരണം. അപ്പോൾ അതിന്റെ ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് കൈനറ്റിക് എനർജി 0 ആക്കി വെച്ചിരിക്കുന്നത്. നോർമലി നമ്മൾ സാധാരണ ഇത് നോക്കുന്ന സമയത്ത് കൈനറ്റിക് എനർജി ഒരിക്കലും 0 ആവില്ല, അല്ലെങ്കിൽ 0 ആക്കാൻ പറ്റില്ല. പക്ഷെ നമ്മളിപ്പോൾ ഒരു കൺസെപ്റ്റ് എടുക്കുവാണ് 0 ആക്കുവാണ് എന്ന രീതിയിൽ. ഓക്കെ, എടുക്കുന്നു. അങ്ങനെ ഇതിന്റെ ഇപ്പോൾ ടോട്ടൽ എനർജി ഓഫ് ദ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഞാൻ എന്തിലോട്ട് മാറ്റി അപ്പോൾ ഞാൻ അതിനെ
ടോട്ടലി ഇപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ടേംസിലോട്ട് മാത്രമാക്കി ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട്. Then the work done is stored in the particle as totally potential energy. Potential energy ടേമിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ ഇവിടെ വർക്ക് ഡൺ സ്റ്റോർ ചെയ്യപ്പെടുന്നത്. എങ്ങനെയാണ്? എ എന്ന് പറയുന്ന പൊസിഷനിൽ നിന്ന് ബി എന്ന് പറയുന്ന പൊസിഷൻ എത്താൻ വേണ്ടി എടുക്കുന്ന വർക്ക് ഡൺ എന്താണ്? ഇപ്പോൾ നമുക്ക് അവിടെ അത് കംപ്ലീറ്റ് എന്തായിട്ട് മാറി? ഇറ്റ് വിൽ ബി പൊട്ടൻഷ്യൽ എനർജി ടേം ആയിട്ട് മാറി. അപ്പോൾ അവിടെ പൊട്ടൻഷ്യൽ എനർജി ടേം വർക്ക് ഡൺ ഇതിലോട്ട് മാറി. ദാറ്റ് ഈസ് കൺവേർട്ടഡ് ടു പൊട്ടൻഷ്യൽ എനർജി ടേം. ദാറ്റ് ഈസ് ഫ്രം എ ടു ബി. അപ്പോൾ അത് നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും? എയിൽ നിന്നും ബിയിലോട്ട് മൂവ് ചെയ്തെടുത്ത വർക്ക് ഡൺ ആണ് പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർ ചെയ്തത്. അപ്പോൾ വർക്ക് ഡൺ ഇക്വേഷൻ അറിയാം. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു എന്താണ്? ഇന്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ ആണ്. പിന്നെ പൊട്ടൻഷ്യൽ എനർജി ടേമിലോട്ട് ഇക്വേറ്റ് ചെയ്യാൻ പറയുമ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി നമ്മൾ യു എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത് യു ബി ആണ്. ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി യു എ ആണ്. അപ്പോൾ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി മീൻസ് എന്തായിരിക്കും? ദാറ്റ് ഈസ് യു ബി is equal യു ബി മൈനസ് യു എ. യു ബി is equal to യു ബി മൈനസ് യു എ which is equal to ഇന്റഗ്രൽ മൈനസ് മൈനസ് വരത്തില്ല, ഇവിടെയാണ് മൈനസ് വരും. ഇന്റഗ്രൽ എ ടു ബി എഫ് എ ഡോട്ട് ഡി ആർ എന്ന് കിട്ടും. ഓക്കെ, എഫ് എ ഡോട്ട് ഡി ആർ. നേരത്തെ നമ്മൾ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് വർക്ക് ഡൺ എന്ന് പറഞ്ഞു. ഇപ്പൊ ഇതിന് നമ്മൾ ടോട്ടലി ആ ഒരു കൈനറ്റിക് എനർജി ടേം കൂടെ മാറ്റിയതിനു ശേഷം അത് എന്തിലോട്ട് മാറ്റി? പൊട്ടൻഷ്യൽ എനർജി ടേമിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ എടുക്കാം? അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? ദാറ്റ് ഈസ് ഇവിടുത്തെ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി നമുക്ക് എന്തെന്ന് പറയാം? ഇറ്റ് ഈസ് ഓൾസോ വർക്ക് ഡൺ എന്ന് പറയാൻ പറ്റും. ഓക്കെ, വർക്ക് ഡൺ എന്ന് പറയാം. അതില് ഇവിടെ നമുക്ക് ഇപ്പോൾ എഫ് ഐയുടെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. എഫ് ഐ നമുക്ക് ഇനി ടോട്ടലി ഇതിലിപ്പോൾ നമ്മൾ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് നമുക്ക് ആ ഒരു ഡെറിവേഷന് വേണ്ടി നമ്മൾ ഇപ്പോൾ ഇത്രയും ചെയ്തത്. അപ്പോൾ അത് നമ്മൾ പറഞ്ഞു എഫ് എന്ന് വെച്ചാൽ മൈനസ് എഫ് ആണ്. മൈനസ് എഫ് നമുക്ക് കിട്ടിയുള്ളൂ. ഈ ഒരു അവിടെ ഇരിക്കുന്ന ഫോഴ്സും നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സും എഫ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് എന്ത് കിട്ടി? നമുക്ക് തന്നെ ആ ഇക്വേഷൻ ബേസിലും മൈനസ് എഫ് എന്ന് കിട്ടി. അപ്പോൾ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് എന്ത് കിട്ടും? ദാറ്റ് ഈസ് യു ബി മൈനസ് യു എ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി മൈനസ് എഫ് ഡോട്ട് ഡി ആർ എന്ന് കിട്ടും. ഓക്കെ, മൈനസ് എഫ് ഡോട്ട് ഡി ആർ. ഇതൊക്കെ വെക്ടേഴ്സ് ആണ് കേട്ടോ. ഇതാണ് പൊട്ടൻഷ്യൽ എനർജിയുടെ ടേം എന്ന് പറയുന്നത്. സോ യു ബി മൈനസ് യു ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി എഫ് ഡോട്ട് ഡി ആർ. ഇനി ഇതില് ശരിക്കും നമ്മൾ സാധാരണ പൊട്ടൻഷ്യൽ എനർജിയിൽ ഈ ബി എന്ന് പറയുന്ന ഒരു ടേം ഏതെങ്കിലും ഒരു റീജിയൻ നമ്മൾ എന്ത് ചെയ്യും? ഇൻഫിനിറ്റിയിലോട്ട് മാറ്റും. ഇപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടല്ലോ, എ എന്ന് പറയുന്ന പോയിന്റിനാണ് ഞാൻ ബിയിലോട്ട് കൊണ്ടെത്തിച്ചെന്ന് പറഞ്ഞു. സാധാരണ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇലക്ട്രോസ്റ്റാറ്റിക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എന്താണ്? It is the amount of energy required to bring a unit positive charge from infinity to that point. അതാണ് ആ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അതെന്താണ്? ഇൻഫിനിറ്റിയിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പോയിന്റിലോട്ട് ആ ഒരു പോസിറ്റീവ് ചാർജിനെ കൊണ്ടെത്തിക്കാൻ എടുക്കുന്ന ആ ഒരു വർക്ക് ഡൺ എന്ത് പറയുന്നത്? ഇറ്റ് ഈസ് കോൾഡ് പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, അപ്പൊ ആ ഒരു ടേംസിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ ഇതിന് എന്ത് ചെയ്യും? ഇതിലൊരു എ എന്ന് പറയുന്ന റീജിയൻ നമ്മൾ ഇൻഫിനിറ്റിയിലോട്ട് മാറ്റും. ഇൻഫിനിറ്റി ആ ഒരു ഇക്വേഷൻ എങ്ങനെ മാറ്റാം? That is the potential energy of a particle to be zero at infinity. That is the amount of energy required to bring a unit charge from. അത് ചാർജിനെ പൊട്ടൻഷ്യൽ എനർജി in the terms of charge. ഇത് a body from infinity to that point. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ഇക്വേഷൻ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് പറയാൻ പറ്റും. അതാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. ഇനി ഇതില് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് നെഗറ്റീവ് ഗ്രേഡിയന്റ് അല്ലെങ്കിൽ ഫോഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? പൊട്ടൻഷ്യൽ എനർജിയുടെ നെഗറ്റീവ് ഗ്രേഡിയന്റ് നമുക്ക് പ്രൂവ് ചെയ്യണം. അതായത് ഇവിടെ നമ്മളിപ്പോ ഇത് യു ബി മൈനസ് യു ആർ എന്ന് പറഞ്ഞല്ലോ, യു ബി മൈനസ് യു എ എന്ന് പറഞ്ഞു. അപ്പൊ അതിന് കോമൺ ആയിട്ട് നമുക്ക് എന്ത് പറയാം? യു ഓഫ് ആർ എന്ന് പറയാം. യു ഓഫ് ആർ ഇതിപ്പോ നമ്മൾ ഡെറിവേഷന് വേണ്ടി എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഡെറിവ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ യു ഓഫ് ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫിനിറ്റിയിൽ നിന്ന് ഈ ഒരു പോയിന്റിലോട്ട് എത്തിക്കാൻ വേണ്ടി എടുക്കുന്ന വർക്ക് ഡൺ. അതാണ് യു ഓഫ് ആർ എന്ന് പറയുന്നത്. വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് എ മാറ്റിയിട്ട് അത് ഇൻഫിനിറ്റി എന്നാക്കാം. ഇൻഫിനിറ്റി ടു ആർ. ഓക്കെ, ഇൻഫിനിറ്റി ടു ആർ. ആർ എന്ന് പറയുന്ന പൊസിഷനിൽ ഇൻഫിനിറ്റിയിൽ നിന്ന് എന്ത് ചെയ്യണം? എത്തിക്കണം. ഇനി എവിടെയാണ് ഇൻഫിനിറ്റി? അവിടെ നിന്ന് എനിക്ക് ഈ ഒരു പോയിന്റ് ആർ എന്ന് പറയുന്ന പൊസിഷനിൽ എത്തിക്കണം. അപ്പൊ അതിന് വേണ്ടി എടുക്കുന്ന വർക്ക് ഡൺ ആണ് യു ഓഫ് ആർ എന്ന് പറയുന്നത്. അങ്ങനെ ഇൻഫിനിറ്റി എന്ന് മാറ്റി മൈനസ് എഫ് ഡോട്ട് ഒന്നുകിൽ എഫ് എ ഡോട്ട് ഡി ആർ അല്ലെങ്കിൽ എഫ് ഡോട്ട് ഡി ആർ മൈനസ് എഫ് ഡോട്ട് ഡി ആർ. അപ്പൊ ഇതിൽ നമുക്ക് കിട്ടുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ദാറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി ഈസ് ദ നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് ഫോഴ്സ്. അല്ലെങ്കിൽ ഫോഴ്സ് ഈസ് ദ നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ. ഓക്കെ, അപ്പൊ അത് നമുക്ക് പ്രൂഫ് ചെയ്യാൻ ചോദിക്കും. നിങ്ങൾ S1 പഠിച്ചിട്ടുണ്ട് പ്രൂഫ്. ഇതേ സ്റ്റേറ്റ്മെന്റ് തന്നെ പഠിച്ചിട്ടുണ്ട് അവിടെ. ദാറ്റ് ഈസ് ടു പ്രൂവ് ദ ഫോഴ്സ് ഈസ് ദ നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ. ഓക്കെ, ഗ്രേഡിയന്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഗ്രേഡിയന്റ് ഫംഗ്ഷൻ അറിയാലോ, നമ്മൾ ഡെൽ എന്ന് പറഞ്ഞിരുന്ന ഗ്രേഡിയന്റ് ഫംഗ്ഷൻ നിങ്ങൾ കഴിഞ്ഞ സെമസ്റ്ററിൽ മാത്തമാറ്റിക്സിലും അതുപോലെ തന്നെ ഇലക്ട്രോഡൈനാമിക്സിലും ഒക്കെ ഗ്രേഡിയന്റ് ഓപ്പറേറ്റർ ഒക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽ യു. ഉണ്ടോ? ഇതാണ് ഗ്രേഡിയന്റ് ഫംഗ്ഷൻ. ഇങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പൊ അതിന്റെ പ്രൂഫാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. യു ഷോ ദ ഫോഴ്സ് ഈസ് ദ നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ. ഓക്കെ, നോക്കാം എങ്ങനെയാണ് വരുന്നത്. നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ എങ്ങനെയാണെന്ന് നോക്കാം.
അപ്പോൾ അതിനായിട്ട് നമ്മളിപ്പോൾ എടുത്തിട്ട് നമ്മുടെ കയ്യിലുള്ള എന്ത് ഇക്വേഷൻ ആണ്? that we have the equation u of r which is equal to minus integral infinity to r f dot dr. Okay, f dot dr. ഇതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? കമ്പോണന്റ് വൈസ് സ്പ്ലിറ്റ് ചെയ്യണം. കമ്പോണന്റ് വൈസ് സ്പ്ലിറ്റ് ചെയ്യുക മീൻസ് ഇതെല്ലാം ഇപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരുന്ന ഒരു ജനറൽ ഇക്വേഷൻ ആണ്, ഒരു ജനറൽ വൈസ് ഇക്വേഷൻ ആണ്. റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം, കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം യൂസ് ചെയ്തിട്ട് ഇതിനിപ്പോൾ കോർഡിനേറ്റ് സിസ്റ്റം ആയിട്ട് എന്ത് ചെയ്യുക? റെപ്രസെന്റ് ചെയ്യുക. കോർഡിനേറ്റ് സിസ്റ്റം റെപ്രസെന്റ് ചെയ്യുക മീൻസ് നമുക്ക് ഈ ഡെല്ലും അതേപോലെ തന്നെ കേളും ഡൈവേർജൻസും ഒക്കെ എന്താണ്? അതൊക്കെ വെക്റ്റർ ഫീൽഡിൽ വരുന്നതാണ്. അപ്പോൾ വെക്റ്റർ മീൻസ് വെക്റ്റർ എന്ന് വെച്ചാൽ നമുക്ക് എന്താണ്? ഒരു പൊസിഷനും വേണം, അതുപോലെ നമുക്ക് എന്താണ്? ഡയറക്ഷനും വേണം. ഓക്കെ, സ്കേലർ ക്വാണ്ടിറ്റി വെക്റ്റർ ക്വാണ്ടിറ്റീസും അറിയോ? സ്കേലർ ക്വാണ്ടിറ്റിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ കാണത്തുള്ളൂ. ഇതാവുമ്പോൾ എന്ത് ചെയ്യും? മാഗ്നിറ്റ്യൂഡും വരും, ഡയറക്ഷനും വരും. അപ്പോൾ നമുക്കിവിടെ ഡയറക്ഷൻ കൂടി മാർക്ക് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ഈ ഡെൽ ഫംഗ്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഡയറക്ഷൻ മാർക്ക് ചെയ്യുക മീൻസ് ഇവിടെ എന്ത് ചെയ്യുക? ഇതിനകത്ത് ഇതിപ്പോൾ എഫ് എന്ന് വെച്ചാൽ ഇതൊരു വെറും ഒരു ഫംഗ്ഷൻ, നമുക്ക് അറിയില്ല ഏത് കോർഡിനേറ്റ് ആണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കോർഡിനേറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക, എക്സ് വൈ ഇസഡ് കോർഡിനേറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അടുത്ത് ഈ ഡി ആറിനകത്ത് എന്ത് ചെയ്യുക? കോർഡിനേറ്റ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഈ ഒരു യൂണിറ്റ് മൊത്തത്തിൽ ഈ ഒരു കോർഡിനേറ്റ് അപ്ലിക്കേഷൻ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. കോർഡിനേറ്റ് കൊടുക്കേണ്ടി വരും, നിങ്ങൾ ഡെറിവേഷൻ ചെയ്യുന്ന സമയത്ത് ഈ കേൾ ഡൈവേർജൻസ് ഒക്കെ നോക്കേണ്ടി വരും. അതുപോലെ തന്നെ ലഗ്രാഞ്ചിലെ കൂടുതൽ വരുന്ന സ്പെഷ്യൽ തിയറി റിലേറ്റിവിറ്റി, അവിടെ നമ്മൾ കുറച്ച് കോർഡിനേറ്റ് സിസ്റ്റം പഠിക്കും. ഓക്കെ, അത് നമുക്ക് ലോറൻസ് കോർഡിനേറ്റും ലോറൻസ് ട്രാൻസ്ഫോർമേഷനും ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ, ഇങ്ങനെ കുറച്ച് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ അത് ഒരു കോർഡിനേറ്റ് നിന്ന് മറ്റൊരു കോർഡിനേറ്റ് ഒക്കെ മാറ്റാൻ വേണ്ടിയാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ നോക്കുമ്പോൾ കൂടുതൽ ഈ കോർഡിനേറ്റ് എന്താണെന്ന് കറക്റ്റ് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ട്, സിലിണ്ടറിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ട്, അതുപോലെ തന്നെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നതെല്ലാം കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം ആണ്. ഓക്കെ, സ്പെറിക്കലും പോളാറും സ്പെഷ്യൽ കേസിൽ വരുന്നതാണ്. ഇതിൽ നമ്മൾ ഇപ്പോൾ ഇതിൽ യൂസ് ചെയ്യാൻ പോകുന്നത് ദാറ്റ് ഇസ് വി ആർ യൂസിങ് ദ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്. ഇതിൽ ഫോഴ്സിന്റെ ഇപ്പോൾ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യണം. അപ്പോൾ അത് ഏതൊക്കെ ഡയറക്ഷനിൽ ആക്ട് ചെയ്യും? എക്സ് ആക്സിൽ എത്ര യൂണിറ്റ് ആക്ട് ചെയ്യുന്നു, വൈ ആക്സിൽ എത്ര യൂണിറ്റ് ആക്ട് ചെയ്യുന്നു, ഇസഡ് ആക്സിൽ എത്ര യൂണിറ്റ് ആക്ട് ചെയ്യുന്നു, അതാണ് ഈ കോർഡിനേറ്റ് സിസ്റ്റം കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റ് ഇവിടെ ഇരിക്കുവാണെങ്കിൽ നമുക്ക് പറയാം ഇതിന്റെ വൈയുടെ വാല്യൂ ഇപ്പോൾ 2 ആണ്, ഇവിടെ വാല്യൂ 5 ആണ്, ഇസഡിലെ വാല്യൂ 6 ആണ്, ഇങ്ങനെ എടുക്കും. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനകത്ത് കാണിക്കണം. അപ്പോൾ ആ ഒരു കോർഡിനേറ്റ് കൂടി എടുത്താൽ മാത്രമേ നമുക്ക് ഡെൽ ഫംഗ്ഷൻ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ കോർഡിനേറ്റ് അപ്ലൈ ചെയ്യുവാണ്. ദാറ്റ് ഈസ് u of r which is equal to മൈനസ് ഇന്റഗ്രൽ ഇപ്പോൾ മാറ്റിയിട്ടില്ല, അതിനകത്ത് ലാസ്റ്റ് കൊടുക്കും. ഇന്റഗ്രൽ വേണ്ടാവും, നമുക്ക് ഇത് സോൾവ് ചെയ്തെടുക്കേണ്ട കാര്യമില്ല, നമ്മൾ ഡെൽ ഓപ്പറേറ്ററിലോട്ട് മാറ്റുന്നുണ്ട്. അതുകൊണ്ട് ഇന്റഗ്രേഷൻ ലിമിറ്റ് നമുക്ക് കൊടുക്കേണ്ടത് ജസ്റ്റ് ഇട്ടിരിക്കുക അവിടെ. അപ്പോൾ എഫ് നമ്മൾ എന്ത് കൊടുക്കുന്നു? എഫ് എക്സ് ഐ ക്യാപ്പ് പ്ലസ് എഫ് ഒ ജെ ക്യാപ്പ് പ്ലസ് എഫ് ഇസഡ് ആണ്, എഫ് ഇസഡ് കെ ക്യാപ്പ്. ഇതാണ് കമ്പോണന്റ്, എഫിന്റെ ഫോഴ്സ് ഫംഗ്ഷന്റെ കമ്പോണന്റ് 3 കമ്പോണന്റ് എഴുതി. അടുത്ത ഇതെന്താണ്? ഇതെന്ന് വെച്ചാൽ അവിടുത്തെ പൊസിഷൻ വെക്ടർ ആണ്, ഡിസ്പ്ലേസ്മെന്റ് ഫംഗ്ഷൻ ആണ്, പൊസിഷൻ ആണ്. ഓക്കെ, അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ കമ്പോണന്റ് വൈസ് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പൊ ഇതിനെ കമ്പോണന്റ് വൈസ് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഈ ആർ എന്ന് പറയുന്ന ആർ ഈക്വൽ ടു എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ ആണ്. അത് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ എക്സ്പാൻഡ് ചെയ്യണം. ഡി യോടി ഉണ്ടല്ലോ, ഡി യോടി കൊടുക്കുക. ദാറ്റ് ഈസ് ഡി എക്സ് ഐ ക്യാപ്പ് പ്ലസ് ഡി വൈ ജെ ക്യാപ്പ് പ്ലസ് ഡി ഇസഡ് കെ ക്യാപ്പ്. ഉണ്ടോ? ഇങ്ങനെ വരുന്നു. ഇത്രയും കൊടുക്കുന്ന സമയത്ത് എന്താ? ഇത് എക്സ്പാൻഡ് ആവും. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇതിനകത്ത് എന്ത് ഓരോന്നും മൾട്ടിപ്ലൈ ചെയ്യുക, ഇങ്ങോട്ട് ഓരോന്നായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് u of r which is equal to fx I cap dot dx I cap. അപ്പോൾ ഐ ക്യാപ്പ് ഡോട്ട് ഐ ക്യാപ്പ് അതെന്തായിട്ട് മാറും? ഐ ക്യാപ്പ് ഡോട്ട് ഐ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? അത് 1 ആണ്. ഓക്കെ, ഐ ക്യാപ്പും നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുന്ന സമയത്ത് ഐ ക്യാപ്പ് ഡോട്ട് ഐ ക്യാപ്പ് ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ബാക്കി നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താണ്? ദാറ്റ് ഈസ് എഫ് എക്സ് ഡി എക്സ് എന്ന് കിട്ടും. എഫ് എക്സ് ഡി എക്സ്. ഇന്റഗ്രൽ ഓരോന്നും കൊടുക്കുക, അഡീഷൻ ആണല്ലോ, അപ്പോൾ നമുക്ക് ഇന്റഗ്രൽ അകത്തോട്ട് എന്ത് ചെയ്യാൻ പറ്റും? മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ഈ മൈനസ് കൊടുക്കുന്ന സമയത്ത് എന്താവും? ഇത് ഓരോ ടേവും മൈനസ് ആയിട്ട് മാറും. ഇത് മൈനസ് ഇന്റഗ്രൽ എഫ് എക്സ് ഡി എക്സ് മൈനസ് ഇന്റഗ്രൽ അടുത്ത് വരും, അടുത്ത് എഫ് ഒ ഡി ഒ വരും. ജെ ക്യാപ്പ് എന്ന് അടുത്ത് വരത്തില്ല, എഴുതി വെക്കല്. ജെ ക്യാപ്പ് വരില്ല, കാരണം അത് ഡോട്ട് പ്രോഡക്റ്റ് ഇടുമ്പോൾ എന്തായി മാറും? 1 ആയിട്ട് മാറും അത്. ഓക്കെ, അടുത്ത് മൈനസ് ഇന്റഗ്രൽ എഫ് ഇസഡ് ഡി ഇസഡ് എന്ന് വരും. ഓക്കെ, ഇതാണ് നമ്മുടെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇതിനകത്ത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇനി ഇതിന് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെല്ലാം എന്ത് ചെയ്യുക? പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഓക്കെ, ഈ ഓരോ ഫംഗ്ഷനെയും പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക മീൻസ് ഇതിനെ പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇതിനെ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന എഫ് എക്സ് ഈക്വൽ ടു that is fx is equal to minus
ഡോ യു ബൈ ഡോ എക്സ്. ഫസ്റ്റ് ഫംഗ്ഷൻ പാർഷ്യൽ ഡിഫറൻഷിയേഷൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എക്സിന്റെ ഫംഗ്ഷൻ മാത്രമേ എക്സിന്റെ ഡിഫറൻഷ്യൽ വരത്തുള്ളൂ. അടുത്ത എന്ത് വരും? അടുത്ത ഫംഗ്ഷൻ ആണ്. അടുത്ത ഫംഗ്ഷൻ നമ്മൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുവാണ്. ദാറ്റ് ഈസ് എഫ് ഒ ഇസ് ഈക്വൽ ടു മൈനസ് ഡോ യു ബൈ ഡോ വൈ. അടുത്ത എന്ത് വരും? എഫ് ഇസഡ് വരും. എഫ് ഇസഡ് വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ഡോ യു ബൈ ഡോ ഇസഡ്. കണ്ടോ? ഇങ്ങനെ കിട്ടും. അപ്പൊ ഇതാണ് അവിടുത്തെ പാർഷ്യൽ ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഫോഴ്സിന്റെ ഫംഗ്ഷൻ ആണ് ഇവിടെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഫോഴ്സിന്റെ ഈ ഒരു 3 സെക്ഷൻ, ഈ ഒരു സെക്ഷനകത്ത് എന്ത് ചെയ്യുക? ഇപ്പൊ എടുത്ത ഈ വാല്യൂസിന്റെ എഫ് എക്സിന്റെ വാല്യൂ, എഫ് ഐയുടെ വാല്യൂ, എഫ് ഇസഡിന്റെ വാല്യൂ എന്ത് ചെയ്യുക? ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും അവിടെ ഇന്റഗ്രേഷൻ സോൾവ് ചെയ്യുകയല്ല, നമുക്ക് എന്ത് ചെയ്യാം? ഫോഴ്സ് എന്ന് പറയുന്നത് നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ പ്രൂവ് ചെയ്യുക. അപ്പൊ അതാണ് നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. അപ്പൊ അതിനാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യാം? ഈ എഫ് എക്സിന്റെ വാല്യൂ പിന്നെ അത് കൊടുക്കുക. അപ്പൊ ഈ ഒരു ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നു. അപ്പൊ ഇത് കൊടുക്കുമ്പോൾ ഇവിടെ എഴുതാം മാറ്റിയിട്ട്. ഇതിനാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? ദാറ്റ് ഈസ് we are getting f is equal to f എന്ന് പറയുന്നത് f is equal to അതിന്റെ കമ്പോണന്റ് കൊടുക്കുക. കമ്പോണന്റ് i f x plus j f y plus k f z. Then i minus i dou u by dou x minus j cap dou u by dou y minus k cap dou u by dou z. ഓക്കെ, അപ്പൊ ഇതില് നമ്മൾ ഈ ഒരു ഡോ യു ബൈ ഡോ എക്സ്, ഡോ യു ബൈ ഡോ വൈ, ഡോ യു ബൈ ഡോ ഇസ് ഇത്ര എഴുതിയല്ലോ, മൈനസ് ഇട്ടിട്ട്. അപ്പൊ ഇതിനെ പറഞ്ഞ പേര് എന്താണ്? ഇതിനെ നമ്മൾ ഡെൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രേഡിയന്റ് ഫംഗ്ഷൻ, ഗ്രേഡിയന്റ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ യുവിന്റെ ഗ്രേഡിയന്റ് എഴുതാൻ പറഞ്ഞാൽ ഡോ യു ബൈ ഡോ എക്സ്, ഡോ യു ബൈ ഡോ വൈ, ഡോ യു ബൈ ഡോ ഇസ് എഴുതുക. അപ്പൊ ഈ മൈനസ് എല്ലാം ഒന്ന് പുറത്തെടുക്കാൻ പറ്റും. മൈനസ് എല്ലാം പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഈ ടേംസ് എല്ലാം എന്തായിട്ട് മാറും? ഇതെല്ലാം പ്ലസ് ആയിട്ട് മാറും. ഓക്കെ, മൈനസ് ടോട്ടൽ ഔട്ട് സൈഡ് എടുത്തു, ഇതെല്ലാം പ്ലസ് ആയിട്ട് മാറും. ഇത് പ്ലസ് ആയി മാറിക്കഴിഞ്ഞാൽ ഇതിന് എന്ത് ചെയ്യാം? മൈനസ് ഗ്രേഡ് യു എന്ന് പറയും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽ യു. ഇതിനെ എന്ത് പറയുന്നത്? നെഗറ്റീവ് ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്, അല്ലെ ഫോഴ്സ് എന്ന് എന്താണ്? ഇസ് ദ നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ എന്ന് കിട്ടി. ഇതാണ് ഇതിന്റെ പ്രൂഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എക്സാമിനേഷന് 1 മാർക്കിന് ചോദിക്കാം, പ്രൂവ് ദാറ്റ് എന്ന് ചോദിക്കാം. ഈ ഒരു സെക്ഷനിൽ വലുതായിട്ട് പ്രാധാന്യം പറയുന്നില്ല, കാരണം ഇതിനകത്ത് നമുക്ക് ഇഷ്ടംപോലെ ടോപ്പിക്സ് അല്ലാതെ ഉണ്ട്. നമുക്ക് ഇനി ഇതിനകത്ത് ഈ ഒരു ചാപ്റ്റർ നല്ല അത്ര ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഇനി ഇതിനകത്തോട്ട് വരുന്ന ചാപ്റ്റേഴ്സിൽ ലഗ്രാഞ്ചിയൻ, ഹാമിൽട്ടോണിയൻ, സ്പെഷ്യൽ റിലേറ്റിവിറ്റി, അപ്പോൾ ഇതൊക്കെയാണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്തൊക്കെ വേറെയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇതിലൂടെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. നിങ്ങൾ S1 പഠിക്കുന്നത് തന്നെയാണ്, ഒന്നുകൂടി എന്ത് ചെയ്യുക? ഒന്നുകൂടി ഒന്ന് നോക്കി വെച്ചിരിക്കുക. 1 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ എഴുതുക. കൂടുതൽ മാർക്കൊന്നും ചോദിക്കത്തില്ല, 1 മാർക്കിനൊക്കെ തന്നെ ചോദിക്കാറുള്ളൂ. ഓക്കെ, നോക്കുക. ഇനി ഇതേപോലെ തന്നെ കേള്, ഒരു കേള് നമുക്ക് എന്ത് ചെയ്യാം? കേൾ എഫ് എന്ന് പറയുന്നത് നമുക്ക് അവിടെ 0 കിട്ടും. ദാറ്റ് ഈസ് എഫ് ക്രോസ് ഡെൽ ക്രോസ് എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതാണ് കേൾ ഫംഗ്ഷൻ. ഇത് 0 ആണെന്നും കൂടി പ്രൂവ് ചെയ്യണം കേട്ടോ. ഇത് 0 ആണെന്നും കൂടി പ്രൂവ് ചെയ്യണം. അപ്പൊ ഇതില് കേൾ ഓഫ് എ കൺസ്ട്രക്റ്റീവ് ഫോഴ്സ് 0, അതാണ് ഇവിടുത്തെ കിട്ടുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ചെയ്യാനായിട്ട് നമുക്കറിയാലോ, എഫ് ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽ യു എന്ന് കിട്ടി. ഫോഴ്സ് എന്ന് വെച്ചാൽ മൈനസ് ഡെൽ യു ആണ്. ആൻഡ് ഇതിന്റെ രണ്ട് സൈഡിലും നമുക്ക് കേൾ ആണ് വേണ്ടത്. അതിന് എന്ത് ചെയ്യുക? കേൾ എടുക്കണമെങ്കിൽ ഇവിടെ ഒരു ഡെൽ ക്രോസ് കൊടുക്കുക, ഇവിടെയും ഡെൽ ക്രോസ് കൊടുക്കുക. ഓക്കെ, ഈ രണ്ട് സൈഡിലും ഓരോ ഡെല്ലിനെ കൊണ്ട് ക്രോസ് പ്രോഡക്റ്റ് എടുക്കുക. ഇവിടെയും ഡെൽ ക്രോസ് കൊടുത്തു, ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഡെല്ല് കൊണ്ട് ക്രോസ് പ്രോഡക്റ്റ് എടുക്കുക. അപ്പോൾ ഡെൽ ഓപ്പറേറ്റർ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുക മീൻസ് എന്താണ്? ഡെൽ ഓപ്പറേറ്റർ മെട്രിക്സ് വരച്ച് എഴുതുക, അതാണ് പറയുന്നത്. ഓക്കെ, മെട്രിക് റെപ്രസെന്റേഷൻ ആണ് വരുന്നത്. അപ്പോൾ ഫോഴ്സിന്റെ കമ്പോണന്റ് നമുക്കറിയാം. ഫോഴ്സിന്റെ കമ്പോണന്റ് എന്തൊക്കെയാണ്? എഫ് എക്സ് ഐ ക്യാപ്പ് പ്ലസ് എഫ് ഒ ജെ ക്യാപ്പ് പ്ലസ് എഫ് ഇസഡ് കെ ക്യാപ്പ്, ഇതാണ് ഫോഴ്സിന്റെ കമ്പോണന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഡെൽ ഓപ്പറേറ്റർ എടുക്കാൻ പറയുമ്പോൾ എന്ത് കിട്ടും? ഡെൽ ക്രോസ് എഫ് ഇസ് ഈക്വൽ ടു മെട്രിക്സ് എഴുതുക, ഐ ക്യാപ്പ്, ജെ ക്യാപ്പ്, കെ ക്യാപ്പ്. ഓക്കെ, ഇതെല്ലാം ഇതുപോലെയാണ് വരും എല്ലാത്തിലും. അടുത്ത് എന്താ വരുന്നുണ്ട്? ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ വൈ, ഡോ ബൈ ഡോ ഇസഡ്. താഴെ എന്ത് വരും? നമ്മുടെ ഫംഗ്ഷൻ, ഇവിടെ എന്താണോ ഫംഗ്ഷൻ, ഇപ്പോൾ ഫോഴ്സ് ആണെങ്കിൽ ഫോഴ്സ്, നമ്മൾ എന്തിനാണോ ഡെൽ ക്രോസ് എടുക്കുന്നത്, ക്രോസ് പ്രോഡക്റ്റ് എടുക്കുന്നത്, ആ ഫംഗ്ഷൻ നമ്മൾ താഴെ എഴുതേണ്ടത്. ഇവിടെ എഫ് എക്സ്, എഫ് വൈ, ദെൻ എഫ് ഇസഡ്, ഇത്രയും വരും. ഓക്കെ, ഇതിന് സോൾവ് ചെയ്യേണ്ടി വരും. നമ്മൾ സോൾവ് ചെയ്യണം. അപ്പോൾ അത് നമുക്ക് ഡെൽ ക്രോസ് എഫ് എന്നിട്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് സോൾവ് ചെയ്ത് നിൽക്കണ്ടേ. ഇപ്പോൾ ബാക്കി അടുത്ത് നമുക്ക് ഇതാണ് അടുത്ത് നമുക്ക് വേണ്ടത്. നമുക്ക് മെയിൻലി വേണ്ടത് ഈ ഒരു ഫംഗ്ഷനാണ്. ഇത് മാറ്റി എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും, മൈനസ് ഡെൽ ക്രോസ് ഡെൽ യു. അപ്പോൾ ഡെൽ യുവിന്റെ വാല്യൂ നമുക്കറിയാം. ഡെൽ യു എന്ന് വെച്ചാൽ എന്താണ്?
ഈ കിടക്കുന്നതാണ് ഡെൽ യു. അപ്പോൾ നമ്മുടെ ഇവിടെ ഈ എഫ് ഓഫ് എക്സിന്റെ ഫംഗ്ഷൻ നമ്മൾ കൊടുത്തല്ലോ. എഫ് ഓഫ് എക്സിന്റെ ഫംഗ്ഷൻ കൊടുത്തതുപോലെ ഈ ഡെൽ യുവിന് എടുക്കുന്ന സമയത്ത് ഈ ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഈ മെട്രിക്സിനകത്ത് കൊടുക്കേണ്ടി വരും. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതില് നമുക്കിപ്പോൾ ഡെൽ യു ആണ് കിടക്കുന്നത്, ഡെൽ ക്രോസ് ഓഫ് ഡെൽ യു. അപ്പൊ ഇതില് ഡെൽ ക്രോസ് എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ ഒരു ഫംഗ്ഷൻ ആണ്. ഇവിടെ ഫോഴ്സിന്റെ ഫംഗ്ഷൻ കിടന്ന പോലെ ഇതിപ്പോ നമ്മളൊരു ഫംഗ്ഷൻ ആണ്. ഈ ഒരു ഫംഗ്ഷന്റെ എക്സ്പാൻഷൻ ഇവിടെ കിടപ്പുണ്ടോ? എക്സ്പാൻഷൻ. ഇനി നമ്മൾ എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഈ വാല്യൂസ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ നേരത്തെ പോലെ തന്നെ ഐ ജെ കെ വരും. ദെൻ ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ വൈ, ഡോ ബൈ ഡോ ഇസഡ് വരും. നെക്സ്റ്റ് ഇവിടെ എഫ് ഓഫ് എക്സിന്റെ ഫംഗ്ഷൻ കൊടുത്ത പോലെ ഇവിടെ എന്ത് ഫംഗ്ഷൻ വരും? ഇവിടെ വരുന്ന ഫംഗ്ഷൻ ആണ് ഈ ഫംഗ്ഷൻസ്. ഇത് എഴുതണം, ഇത് എഴുതണം, അടുത്ത് എന്ത് ചെയ്യണം? ഇത് എഴുതണം. ഓക്കെ, ഇത്രയും ഫംഗ്ഷൻസ് ആയിരിക്കും നമുക്ക് ഇവിടെ വരുന്നത്. ദാറ്റ് ഈസ് ഡോ യു ബൈ ഡോ എക്സ്, ഡോ യു ബൈ ഡോ വൈ, ഡോ യു ബൈ ഡോ ഇസഡ്. ഓക്കെ, ഇത്രയും ചെയ്യണം. ഇത് പ്രത്യേകിച്ച് സോൾവ് ചെയ്യേണ്ട, കാരണം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഡെൽ ക്രോസ് എഫ് 0 എന്ന് പ്രൂവ് ചെയ്യാനാണ്. അപ്പോൾ ഡെൽ ക്രോസ് എഫിന്റെ ഒരു എക്സ്പാൻഷൻ എഴുതിയതേ ഉള്ളൂ ഇവിടെ. ഓക്കെ, അതിങ്ങനെ ഇട്ടിക്കുക, ഡെൽ ക്രോസ് എഫ് എന്ന് ഇട്ടിക്കുക. നമുക്ക് ഇതിന് എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം. അപ്പോൾ ഇത് സോൾവ് ചെയ്യാറില്ല, മെട്രിക് സോൾവ് ചെയ്യാനായിട്ട് ആദ്യം എന്ത് ചെയ്യുക? ഇത് ഐ ആണ്, ഐ ഇവിടെ എഴുതുക. ബാക്കി ഈ റോസും ഈ കോളംസ് എന്ത് ചെയ്യുക? നെഗ്ലക്ട് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യണം? ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഇത് ഇൻറ്റു ഇത്, ഇത് ഇൻറ്റു ഇത്, ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഐ ഇൻറ്റു ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ ഡോ ഇസഡ് വരും. അടുത്ത് എന്ത് വരും? മൈനസ് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, മൈനസ് ആണ് വരുന്നത്. അപ്പൊ അതില് ഡോ സ്ക്വയർ യു ബൈ ഡോ ഇസഡ് ഡോ വൈ വരും. ഓക്കെ, ഡോ വൈ. ഇതുപോലെ അടുത്ത ടേം എന്ന് വെച്ചാൽ അടുത്ത് ജെ എടുക്കുക. ജെ എടുത്തിട്ട് ജെ വരുന്ന റോയും കോളവും നെഗ്ലക്ട് ചെയ്യുക. ബാക്കി എന്ത് ചെയ്യും? ഇവിടെ മൈനസ് വരും, ആദ്യം മൈനസ് വരും. ഓൾട്ടർനേറ്റീവ് പ്ലസ് മൈനസ് ആണ് വരുന്നത്. ഓക്കെ, ഇവിടെ ഒരു മൈനസ് വാല്യൂ ഓൾറെഡി ഉണ്ട്. അപ്പോൾ അത് കൊടുക്കുന്ന സമയത്ത് ഇത് ടോട്ടലി നമുക്ക് പ്ലസ് ആയിരിക്കും വരുന്നത്, എല്ലാത്തിലും പ്ലസ് ആയി മാറും. ഓക്കെ, പ്ലസ് വരും. പ്ലസ് ഒന്നും മൈനസിനും കുഴപ്പമില്ല, കാരണം ഇത് ലാസ്റ്റ് നമുക്ക് വരുന്ന സമയത്ത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് 0 മാറ്റുന്നത്. അടുത്ത് ഇവിടെ അതിന്റെ എക്സ്പാൻഷൻ വരും. ഓക്കെ, ഇതുപോലെ തന്നെ എക്സ്പാൻഷൻ എഴുതുക. ഓക്കെ, ഇത് എക്സ്പാൻഷനകത്ത് വരും. അടുത്ത് ജെയുടെ വാല്യൂ അതുപോലെ ക്രോസ് ചെയ്ത് എഴുതുക. ഇത്രയും വരും. അപ്പൊ ഇത് ഒരു പെർഫെക്റ്റ് ഇന്റഗ്രൽ ഡിഫറൻഷ്യൽ ആണ്. ഈ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് വൈ ഡോ ഇസ് എന്ന് പറഞ്ഞിട്ടാണ്, അതൊരു പെർഫെക്റ്റ് ഡിഫറൻഷ്യൽ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സാറ്റിസ്ഫൈഡ് ചെയ്ത കണ്ടീഷൻസ് അല്ലെങ്കിൽ ആൻസേഴ്സ് നമുക്ക് ഇവിടെ കിട്ടും, ഒപ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ പെർഫെക്റ്റ് ഇന്റഗ്രൽസ് ആണെങ്കിൽ ഈ ഒരു ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സെഡ് ഡോ വൈ ഡോ ഇസഡ് എന്ന് പറയുന്നത് ഇവിടെ നോക്കുക, അടുത്ത ഡോ ഇസഡ് ഡോ ഇ ആണ്. ഓക്കെ, ഇത് നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്താലും എന്തായിരിക്കും? നമുക്ക് രണ്ടും ഈക്വൽ ആയിരിക്കും, പെർഫെക്റ്റ് ഡിഫറൻഷ്യൽ ആണെങ്കിൽ. ഓക്കെ, ഇവിടെ യു എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു പെർഫെക്റ്റ് ഡിഫറൻഷ്യൽ ആണ്. അപ്പൊ അതിൽ നോക്കുക, ഈ ഒരു ഡോ വൈ ഡോ ഇസഡ് എന്ന് പറയുന്നത് ഈ ഡോ ഇസഡ് ഡോ എന്ന് പറയുന്നത് എന്താണ്? രണ്ടും സിമിലർ ആണ്. നമ്മൾ ആദ്യം ഡോ ഇസഡിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഡോ വൈക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്താലും ഡോ വൈക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഡോ ഇസഡിന് ചെയ്താലും രണ്ടും നമുക്ക് സെയിം ഐഡിയ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? അവിടെ നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഈക്വൽ ആവും. ഈ രണ്ട് ഫംഗ്ഷനും ഈക്വൽ ആയി കഴിഞ്ഞാൽ ഈ ഒരു ഡിഫറൻഷ്യൽ എന്തായി പോകും? ഇത് നമുക്ക് എന്താവും? 0 ആവും. രണ്ട് ഈക്വൽ അല്ലേ? എ ഈക്വൽ ടു എ എന്ന് ഇട്ട് കഴിഞ്ഞാൽ എ മൈനസ് എ എന്താണ്? അത് 0 ആണ്. അപ്പൊ ആ ഒരു കണ്ടീഷൻ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ അതേപോലെ ഇങ്ങോട്ട് വരുന്ന ടേംസിലും എല്ലാം ഇതുപോലെയാണ് വരുന്നത്. എല്ലാം പെർഫെക്റ്റ് ഡിഫറൻഷ്യൽ ആയിരിക്കും. ഇതെല്ലാ ടേമും എന്തായിട്ട് പോകും? 0 ആയിട്ട് പോകും. ഇത് നമ്മൾ എന്തിനാണ് ഇക്വേറ്റ് ചെയ്തിരിക്കുന്നത്? ഡെൽ ക്രോസ് എഫിനാണ് ഈ ഒരു റിസൾട്ട് നമ്മൾ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇതെല്ലാം 0 ആയി കഴിഞ്ഞാൽ ടോട്ടലി ഡെൽ ക്രോസ് എഫ് നമുക്ക് എന്താ കിട്ടും? ഡെൽ ക്രോസ് എഫ് നമുക്ക് അവിടെ 0 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് എന്താ പറയാൻ പറ്റും? ദ കേൾ ഓഫ് എ കൺസ്ട്രക്റ്റീവ് ഫോഴ്സ് ഈസ് 0. ഓക്കെ, അപ്പൊ ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട് കേൾ എഫ് എന്ന് പറയുന്നത് എന്താണ്? 0 എന്ന് പറഞ്ഞ് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് രണ്ട് പ്രൂഫ് വരുന്നത് ഈ ഒരു പൊട്ടൻഷ്യൽ എനർജിയുമായി ബന്ധപ്പെട്ട്. നമ്മൾ കഴിഞ്ഞ ഇതിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഇത് പഠിച്ചിട്ടുണ്ട്, ഇതുപോലത്തെ കണ്ടീഷൻ അവിടെ പഠിക്കുന്നുണ്ട്. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലും ഡെൽ ക്രോസ് ഇ എന്നൊക്കെ പറഞ്ഞ് അവിടെ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡിന്റെ കേസിൽ ഇലക്ട്രിക് ഫീൽഡ് കൺസിഡർ ചെയ്തത് മിക്കപ്പോഴും ഈ ഒരു കേൾ എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് ശരിക്കും എന്താണ്? കേൾ എന്ന് ഉദ്ദേശിക്കുക മീൻസ് അതിന്റെ കംപ്ലീറ്റ് ആയിട്ട് എടുക്കുക, അല്ലെങ്കിൽ അതിന്റെ ഒരു ഫംഗ്ഷൻ എടുക്കുക. ഓക്കെ, റൊട്ടേറ്റിംഗ് ഫംഗ്ഷൻ എടുക്കുക, അതാണ് കേൾ എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു ചുറ്റി വരുന്ന ആ ഒരു ഫംഗ്ഷൻ, അതാണ് കേൾ കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പൊ അതിനാണ് എന്ത്? കൺസ്ട്രക്റ്റീവ് ഫോഴ്സ് ഒക്കെ ആണെങ്കിൽ അതെല്ലാം നമുക്ക് എന്തായിട്ട് 0 ആയിട്ടായിരിക്കും കിട്ടുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് എന്താണ്? അതും കൺസ്ട്രക്റ്റീവ് ഫോഴ്സ് ആണ്. അപ്പൊ അതുകൊണ്ടാണെങ്കിൽ S3 ആ ചാപ്റ്റർ നിങ്ങൾ പഠിച്ച സമയത്ത് അവിടെ ഈ ഒരു ഡെൽ ക്രോസ് എഫ് എന്ന് പറയുന്നത് എന്തെന്ന് ഡെൽ ക്രോസ് ഇ എന്ന് പറയുന്നത് എന്തെന്ന് പ്രൂവ് ചെയ്തു? അതും നെഗറ്റീവ് ഓഫ് ദ പൊട്ടൻഷ്യൽ വി എന്ന് പറയുന്നത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആണ് റിലേഷൻ വരുന്നത്. ഇത്രയാണ് നമുക്ക് ഇതിൽ നോക്കേണ്ടത്. ഇനി അടുത്ത് നോക്കേണ്ട കൺസർവേഷൻ ഓഫ് എനർജി ഫംഗ്ഷൻ. കൺസർവേഷൻ ഓഫ് എനർജി ഫംഗ്ഷൻ നോക്കേണ്ട. അപ്പൊ അതിൽ പറയുന്നത് ടോട്ടൽ എനർജി ഓഫ് ദ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? സം ഓഫ് ദ കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും, അതാണ് പറയുന്നത്. നമ്മളിപ്പോ എ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്ന് ബി എന്ന് പറയുന്ന പോയിന്റിലോട്ട് എന്ത് ചെയ്തു?
ഒരു ബോഡിയെ മൂവ് ചെയ്തു എയിൽ നിന്ന് ബിയിലോട്ട്. ദ വർക്ക് എന്താണ്? ഇറ്റ് ഈസ് ബൈ ഇൻഫ്ലുവൻസ് ഓഫ് എ കൺസ്ട്രക്റ്റീവ് ഫോഴ്സ് ഫീൽഡ്. കൺസ്ട്രക്റ്റീവ് ഫോഴ്സ് ഫീൽഡാണ് എന്ത് ചെയ്തത്? മൂവ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ വൈസ് രണ്ട് ഇക്വേഷൻ നമുക്കുണ്ട്. ഒന്ന് പൊട്ടൻഷ്യൽ എനർജി ഇക്വേഷൻ ഉണ്ട്, മറ്റൊന്ന് കൈനറ്റിക് എനർജി ഇക്വേഷൻ ഉണ്ട്. പൊട്ടൻഷ്യൽ എനർജി ഇക്വേഷൻ ആണ് എന്താണ്? ദാറ്റ് ഈസ് ഇന്റഗ്രൽ എ ടു ബി എഫ് ഡോട്ട് ഡി ആർ ഇസ് ഈക്വൽ ടു യു എ മൈനസ് യു ബി. ഓക്കെ, ഇത് ഒന്നാമത്തെ ഇക്വേഷൻ ആയിട്ട് എടുക്കാം. നെക്സ്റ്റ് അടുത്ത ഇക്വേഷൻ എന്താണ്? രണ്ടാമത്തെ ഇക്വേഷൻ ഫോർ ദ കൈനറ്റിക് എനർജി ടേം. ഇത് നമുക്ക് വേണമെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി പി എന്ന് എടുക്കാം, ഇത് കെ എന്ന് എടുക്കാം. കൈനറ്റിക് എനർജി എന്താണ്? അതും ഇന്റഗ്രൽ എ ടു ബി തന്നെയാണ്. എഫ് ഡോട്ട് ഡി ആർ ആണ്, ഇറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് എം വി ബി സ്ക്വയർ. ഇവിടുത്തെ വെലോസിറ്റി ഇവിടുത്തെ വെലോസിറ്റി വി എ സ്ക്വയർ. ഓക്കെ, വി ബി സ്ക്വയർ മൈനസ് ഹാഫ് എം വി എ സ്ക്വയർ. ഇനിഷ്യൽ കൈനറ്റിക് എനർജി മൈനസ് ഫൈനൽ കൈനറ്റിക് എനർജി. മൈനസ് ഇനിഷ്യൽ കൈനറ്റിക് എനർജി. ഓക്കെ, അപ്പോൾ ആണ് ഇക്വേഷൻ നമ്പർ 2 എന്ന് പറയുന്നത്. ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? രണ്ടും വർക്ക് ഡൺ ആണ്. ഞാൻ മനസ്സിലാക്കാൻ ടി കെ എന്ന് എഴുതി, അല്ല നോർമൽ ഡബ്ല്യൂ നമ്മൾ റെപ്രസെന്റ് ചെയ്യും. അപ്പോൾ രണ്ടിന്റെയും LHS ഈക്വൽ ആണ്. സിൻസ് എന്തായിരിക്കും? RHS ഈക്വൽ ആയിരിക്കും. RHS എന്ത് ചെയ്യാം? നമുക്ക് ഈ ടേംസ് നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ എ പോയിന്റ് എ പ്ലസ് കൈനറ്റിക് എനർജി ഹാഫ് എം വി എ സ്ക്വയർ which is equal to potential energy of the B point plus kinetic energy of the B, VB square. Okay, അപ്പോൾ ഇതെന്തെന്ന് പറയാൻ പറ്റും? This is equal to UA plus K. K means kinetic energy. This is equal to എന്താണ്? അവിടുത്തെ ടോട്ടൽ എനർജി ആണ്. അതെന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ദിസ് ഈസ് കോൾഡ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി. ഓക്കെ, അതായത് കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും സം എന്താണ്? അത് ഈക്വൽ ആണ്, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ഓക്കെ, ചില ഫംഗ്ഷനിൽ കൈനറ്റിക് എനർജി കുറഞ്ഞ അനുസരിച്ച് എന്ത് ചെയ്യും? പൊട്ടൻഷ്യൽ എനർജി കൂടും. പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും? കൈനറ്റിക് എനർജി കൂടും. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ സിമ്പിൾ പെൻഡുലത്തിന്റെ വർക്കിംഗ് എന്ന് പറഞ്ഞിട്ട് വരുന്നത്. സിമ്പിൾ പെൻഡുലം ഏതൊരു അപ്പാരറ്റസ്, എന്ത് മെക്കാനിക്കൽ ബോഡി ആയാലും അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഇക്വേഷൻ എനർജി ഫംഗ്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദിസ് ഇസ് കോൾഡ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ തിയറി പാർട്ടിൽ നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ദാറ്റ് ഇസ് കൺസ്ട്രക്റ്റീവ് ഫോഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജി എന്താണെന്ന് നോക്കി. ദെൻ രണ്ട് പ്രൂഫ് നോക്കി. ഫോഴ്സ് നെഗറ്റീവ് ഗ്രേഡിയന്റ് പൊട്ടൻഷ്യൽ ആണെന്നും അതേപോലെ തന്നെ കേൾ എഫ് എന്ന് പറഞ്ഞു, അത് 0 ആണെന്ന് പറഞ്ഞു. ദെൻ നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്താണ് കൺസർവേഷൻ ഓഫ് എനർജിയുടെ റിലേഷൻ. ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഇതിൽ കുറച്ച് പ്രോബ്ലം സെക്ഷൻ കൂടി നോക്കാം. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചു തരാം. എഴുതിയിരിക്കുന്ന എ കോൺസ്റ്റന്റ് ഫോഴ്സ്, ഇവിടെ ഒരു കോൺസ്റ്റന്റ് ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഫോഴ്സിന്റെ ഇക്വേഷൻ വന്നിട്ട് ദാറ്റ് ഈസ് F ഈസ് ഈക്വൽ ടു 6.6. ഓക്കെ, ക്ലിയർ ആയിട്ടില്ല ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഫോഴ്സിന്റെ വാല്യൂ 6I പ്ലസ് 4J ആണ്. ഓക്കെ, ഫോഴ്സിന്റെ വാല്യൂ ഞാൻ പറഞ്ഞു. ഫോഴ്സ് നമുക്ക് സാധാരണ നമ്മൾ മുൻപത്തെ ക്ലാസ്സിലൊക്കെ ഫോഴ്സ് ഇത്ര ന്യൂട്ടൺ ആണ്, F ഈസ് ഈക്വൽ ടു 6 ന്യൂട്ടൺ എന്നോ ഇങ്ങനെയൊക്കെ നമ്മൾ എഴുതുന്നത്. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? കമ്പോണന്റ് ബേസിൽ എഴുതാൻ പറ്റും. ഓക്കെ, കമ്പോണന്റ് ബേസ് ഇങ്ങനെ എക്സാമിനേഷൻ ചോദിക്കും, പ്രോബ്ലം സെക്ഷൻ. അപ്പൊ മിക്കവർക്കും തെറ്റുന്നത് അവർ ഫോഴ്സിനൊക്കെ പഠിച്ചു വെച്ചിട്ടുള്ള മിക്കവാറും ഇങ്ങനത്തെ ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. 6 ന്യൂട്ടൺ ഫോഴ്സ് നമുക്ക് അങ്ങനെ മാത്രമേ കിട്ടുള്ളൂ, കമ്പോണന്റ് ബേസ് നോക്കില്ല. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ എന്ത് ചെയ്യും? സ്കിപ്പ് ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യും? പ്രോബ്ലം സെക്ഷനിൽ മാർക്ക് പോകുന്നു. അപ്പൊ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം? ഈ കമ്പോണന്റ് ബേസ് ആണെങ്കിൽ നോർമലി എന്ത് ചെയ്താൽ മതി? സോൾവ് ചെയ്താൽ മതി. ഓക്കെ, വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാൻ പറ്റും. ഫോഴ്സിന്റെ ഇക്വേഷൻ F ഈസ് ഈക്വൽ ടു 6I പ്ലസ് 4J എന്നാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് കമ്പോണന്റ് ബേസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ I വെക്ടറിൽ എത്ര പ്രാവശ്യം, അല്ലെങ്കിൽ I ഡയറക്ഷനിൽ കോർഡിനേറ്റിൽ എത്ര പ്രാവശ്യം പോയിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര യൂണിറ്റ് പോയിട്ടുണ്ട്, Jയിൽ എത്ര യൂണിറ്റ് പോയിട്ടുണ്ട്, അതാണ് തന്നിട്ടുള്ളത് ഇതിനകത്ത്. ഓക്കെ, അതാണ് 3ഉം 4ഉം പറഞ്ഞിരിക്കുന്നത്. ഡിസ്പ്ലേസ്മെന്റ് 3I-യും 4J-യും ആണ്. നമുക്കറിയാം ഇവിടെ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? വർക്ക് ഡൺ ആണ് കണ്ടുപിടിക്കേണ്ടത്. വർക്ക് ഡൺ ഇക്വേഷൻ W is equal to F dot S ആണ്. എന്ത് ചെയ്താൽ മതി? ഇതിന്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ മതി. ഡോട്ട് പ്രോഡക്റ്റ് എടുക്കാൻ നേരത്തെ പറഞ്ഞല്ലോ, എങ്ങനെ എടുക്കും? ഐയുടെ ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്യുക. ഐയുടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ദാറ്റ് ഈസ് 6I into 3I. എത്ര കിട്ടും? 6 into 3 18 കിട്ടും. ഐയും ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 1 ആയിട്ട് മാറും. അത് പ്രത്യേകിച്ച് മൈനസ് ഒന്നും വരത്തില്ല. ഓക്കെ, അടുത്ത ഇവിടെ 4ഉം എന്ത് വരും? 4ഉം 4ഉം എന്താണ്? അത് 16 ആണ്. അതാണ് ഡോട്ട് പ്രോഡക്റ്റ്. അപ്പൊ നമുക്ക് വർക്ക് ഡൺ എന്ത് കിട്ടി? 34 ജൂൾ എന്ന് കിട്ടി. ഓക്കെ, ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് കിട്ടിയ സോൾവ് ചെയ്യേണ്ടത്. ഇനി ഇതിനകത്ത് ഒരു മൂന്നാമത്തെ കമ്പോണന്റ് K കമ്പോണന്റ് വന്നെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആ ഫോഴ്സിന്റെ പ്ലസ് 5K
പ്ലസ് 5k എന്ന് വന്നു. അതുപോലെ ഇവിടെ എന്ത് ചെയ്യുന്നു, ഒരു 2k കൂടി വന്നു. നിങ്ങൾ എന്ത് ചെയ്യും, ഇവിടെ കൂടി 5k കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. 5k കൂടി എഴുതിയതിനു ശേഷം 5k into 2k എന്ത് വരും, ഇവിടെ പ്ലസ് 10k കൂടി വരും, 10 കൂടി വരും, 44 ജൂൾ എന്നായിട്ട് മാറും. ഓക്കെ, ഇങ്ങനെയാണ് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ, ക്വസ്റ്റ്യൻസ് കണ്ടിട്ട് അവിടെ ഫോഴ്സ് ന്യൂട്ടണിലൊന്നും അല്ലല്ലോ, പിന്നെ എങ്ങനെ ചെയ്യും എന്ന് നോക്കിയാൽ എന്ത് കിടന്നാലും എന്ത് ചെയ്യണം, ചെയ്തിരിക്കണം. ഓക്കെ, അതാണ് ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ദ ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ പാർട്ടിക്കിൾ മൂവിംഗ് പാരലൽ ടു ദ എക്സ് ആക്സിസ് ഇസ് എഫ് ഈക്വൽ ടു 2x പ്ലസ് 3x സ്ക്വയർ. കാൽക്കുലേറ്റ് വർക്ക് ഡൺ ഇൻ ഡിസ്പ്ലേസിംഗ് ദ പാർട്ടിക്കിൾ ഫ്രം x1 ടു x2. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് ചെയ്യേണ്ടത്, വർക്ക് ഡൺ ആണ് ഡിറ്റർമിൻ ചെയ്യേണ്ടത്. ഫോഴ്സിന്റെ ഇക്വേഷൻ വൈസ് ആണ് തന്നില്ല. ഫോഴ്സ് നമുക്ക് ഇപ്പോൾ കമ്പോണന്റ് അല്ല, ഇക്വേഷൻ ഒരു സെക്കൻഡ് ഓർഡർ ഇക്വേഷൻ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ല, സെക്കൻഡ് ഓർഡർ ഇക്വേഷൻ 3x സ്ക്വയർ പ്ലസ് 2x പ്ലസ് നമുക്ക് പ്ലസ് 0 ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട് മാറും. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇക്വേഷൻ വൈസ് തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, നമുക്ക് ഫോഴ്സ് വർക്ക് ഡൺ ഇക്വേഷൻ അറിയാം. ഇവിടെ നമ്മൾ ഇന്റഗ്രൽ ഫോഴ്സ് യൂസ് ചെയ്യണം. അതെങ്ങനെ മനസ്സിലാക്കും, നേരത്തെ ഇവിടെ നമുക്ക് വർക്ക് ഡൺ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, ഇന്ന ഡിസ്റ്റൻസിൽ നിന്ന് ഇന്ന ഡിസ്റ്റൻസ് വരെ പറഞ്ഞിട്ടില്ല. കണ്ടോ, ഇവിടെ നിന്ന് അതുവരെ പോയപ്പോൾ ഉള്ള എത്ര പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഡയറക്റ്റ് ആയിട്ട് എഫ് ഡോട്ട് എസ് നമ്മൾ നോർമലി പഠിച്ചിട്ടുള്ള ഫോഴ്സിന്റെ ഇക്വേഷൻ യൂസ് ചെയ്യാം. പക്ഷെ ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്, ഡിസ്പ്ലേസിംഗ് എ പാർട്ടിക്കിൾ ഫ്രം s1 ടു x ഈക്വൽ ടു 1 ടു x ഈക്വൽ ടു 2 എന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുന്ന സമയത്ത് എന്ത് ചെയ്യേണ്ടി വരും, ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുന്ന സമയത്ത് അത് ലിമിറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇന്റർവെലിന്റെ ലിമിറ്റ് ആണ് തന്നിരിക്കുന്നത്. ഇപ്പൊ ചില ഇതിൽ ഫ്രം ദ തീറ്റ ടു ഡി തീറ്റ ആംഗിൾ എന്ന് പറയും, ആംഗുലർ വേരിയേഷൻ ആണെങ്കിൽ. അപ്പൊ അത് എന്തായിരിക്കും, അത് അതിന്റെ ലിമിറ്റ് ആയിരിക്കും 0 ടു π. ഓക്കെ, അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് അതൊക്കെ എന്താണ്, ലിമിറ്റ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ അതിൽ നമുക്ക് എന്ത് ചെയ്യണം, ആ ലിമിറ്റ് ഉള്ള ഇക്വേഷൻ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഇന്റഗ്രൽ വരുന്ന ഇക്വേഷൻ യൂസ് ചെയ്യുക. ഇന്റഗ്രൽ എഫ് ഡോട്ട് ഡി എക്സ് ആണ് എന്ത്, വർക്ക് ഡന്റെ ഇക്വേഷൻ. ഓക്കെ, അതായത് ഓരോ ചെറിയ ചെറിയ വർക്ക് ഡൺ ആഡ് ചെയ്ത് പോകുന്നതാണ് മീൻ ചെയ്യുന്നത് ഇന്റഗ്രലിന്റെ. അപ്പൊ അതിനകത്ത് എഫിന്റെ ഫംഗ്ഷൻ എന്ത് ചെയ്യുക, അതുപോലെ കൊടുക്കുക, ഡി എക്സ് കൊടുക്കുക, ലിമിറ്റ് കൊടുക്കുക, സോൾവ് ചെയ്യുക. ഇന്റഗ്രൽ എക്സ് എന്ത് കിട്ടും, എക്സ് സ്ക്വയർ ബൈ 2 ആയിരിക്കും ഇന്റഗ്രൽ എക്സിന്റെ എക്സ്പാൻഷൻ. അതുപോലെ എക്സ് സ്ക്വയറിന്റെ എക്സ്പാൻഷൻ എക്സ് ക്യൂബ് ബൈ 3 വരും. ഈ 2 ക്യാൻസൽ ആവും, ഈ 6 ഇതിലെ 3 ഇവിടെ 2 വരും. ദാറ്റ് ഈസ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് നമുക്ക് എന്ത് കിട്ടും, 17 യൂണിറ്റ്സ് എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ യൂണിറ്റ്സ് എന്ന് പ്രത്യേകിച്ച് എഴുതാൻ കാരണം ഇത് ഫോഴ്സ് ന്യൂട്ടണിലൊക്കെ തന്നെ തന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് എന്ത് കൊടുക്കാത്ത, ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് കൊടുക്കാത്ത യൂണിറ്റ്സ് എന്ന് മാത്രം കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അത് നിങ്ങൾ എക്സാമിനേഷൻ യൂണിറ്റ് എന്നോ അല്ലെങ്കിൽ ജൂൾ എന്നൊക്കെ എഴുതാൻ മിസ്റ്റേക്ക് ഒന്നുമില്ല, കറക്റ്റ് വാല്യൂ ഇവിടെ കിട്ടിയാൽ മതി. ഓക്കെ, വർക്ക് യൂണിറ്റ് അറിയാലോ, ജൂളിലായിരിക്കും എപ്പോഴും വരുന്നത്, അപ്പോൾ ജൂൾസിലോട്ട് എഴുതിയാൽ മതി. ഓക്കെ, ആ ഒരു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. That is a body moving along the circumference of a circle of radius 2 meter. What is the work done by a force of magnitude 50 Newton acting on the body inclined at an angle 60 degree to the tangent at any point on the circle? ഇവിടെ പറയുന്നത് എന്താണ്, ഒരു ബോഡി സർക്കിളിൽ 2 മീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിളിന്റെ സർക്കംഫറൻസിൽ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു സർക്കംഫറൻസ് മീൻസ് ഈ ഒരു സൈഡ് ആണല്ലോ, ഇതിങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ ഫോഴ്സ് എത്രയാണ്, ബോഡിയിൽ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് 50 ന്യൂട്ടൺ ആണ്. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ടാൻജന്റിലുള്ള ഫോഴ്സ്, ടാൻജന്റിലുള്ള ഇതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഡിറ്റർമിൻ ചെയ്യേണ്ടത്, ടാൻജന്റ്. അപ്പൊ അതിനായിട്ട് എന്ത് ചെയ്യാം, വർക്ക് ഡൺ ആദ്യം ഡിറ്റർമിൻ ചെയ്യുക. വർക്ക് ഡണിൽ നമുക്ക് അവിടെ വർക്ക് ഡൺ തന്നിട്ടുണ്ട്, നമുക്ക് ഫോഴ്സ് അവിടെ നമുക്ക് എന്ത് ചെയ്യണം, ഫോഴ്സ് തന്നിട്ടുണ്ട്. നമുക്കിവിടെ ചെയ്യേണ്ടത് ആ ടാൻജന്റിൽ കൂടിയുള്ള വാല്യൂ എന്ത് ചെയ്യേണ്ടത്, ഡിറ്റർമിൻ ചെയ്യേണ്ടത്. അപ്പൊ അതിനായിട്ട് that is work done equation integral f dot ds ആണ്, that is fs cos theta അല്ലെങ്കിൽ fds cos theta എന്ന് കിട്ടും. തീറ്റയിലോട്ട് മാറ്റാൻ കാരണം ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ആംഗിൾ തന്നിട്ടുണ്ട്, കണ്ടോ. നോർമലി ആംഗിൾ നമ്മൾ എടുക്കുന്നത് ദാറ്റ് ഈസ് 0 ഡിഗ്രി ആയിരിക്കും എടുക്കുന്നത്. 0 എടുക്കുന്ന സമയത്ത് cos 0 എന്തായിരിക്കും, cos 0 1 ആണ്. അപ്പൊ ആ ഒരു മീനിങ്ങിലാണ് നമ്മൾ എപ്പോഴും എഫ് എസ് എന്ന് മാത്രം എടുക്കുന്നത് അവിടെ, അല്ലെങ്കിൽ എഫ് ഡോട്ട് എസ് എന്ന് മാത്രം എടുക്കുന്നത്. അവിടെ നമ്മൾ തീറ്റ വാല്യൂ സാധാരണ എടുക്കാറില്ല. ഇപ്പൊ നമുക്ക് 60 ഡിഗ്രി പ്രത്യേകിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ 60 ഡിഗ്രി തന്നിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എന്താ എടുക്കാം, that is half in 60 cos 60 ഡിഗ്രി ഹാഫ് ആണ്. W വരുന്ന സമയത്ത് വർക്ക് ഡൺ എന്തായിട്ട് മാറും, ഇന്റഗ്രൽ 50 into 1/2 ds എന്നായിട്ട് മാറും. ഇവിടെ ഇനി സർക്കംഫറൻസിന്റെ വാല്യൂ ആണ് വേണ്ടത്. സർക്കംഫറൻസിന്റെ വാല്യൂ മീൻസ് ഇവിടെ ഈ ഇന്റഗ്രൽ എങ്ങോട്ട് മാറും, ഇതെല്ലാം കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്. ഇത് ശ്രദ്ധിച്ച് നോക്കുക, ഇതിനകത്ത് ഇതെല്ലാം കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്. ഈ 15ഉം ഹാഫും എല്ലാം കോൺസ്റ്റന്റ് ആണ്. ഇവിടെ ആകെ വേരിയബിൾ എന്ന് വെച്ചാൽ എന്താണ്, ds മാത്രമാണ്. അപ്പൊ നമുക്ക് സർക്കംഫറൻസ് ഓഫ് ദ സർക്കിളിൽ എടുക്കണമെങ്കിൽ ഇന്റഗ്രൽ ഡി എക്സ് എടുക്കേണ്ടി വരും. ഇന്റഗ്രൽ ഡി എക്സ് മീൻസ് എന്താണ്, ടോട്ടൽ സർക്കംഫറൻസ്. സർക്കംഫറൻസ് ആണ് 2πr ആണ്, സർക്കിളിന്റെ സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ 2πr ആണ്. അപ്പൊ ഇന്റഗ്രൽ ഡി എസ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, അത് 2πr ആയിട്ട് മാറും. അപ്പൊ ആ 2πr ആണ് ഇതേ കിടക്കുന്നത്, കണ്ടോ. അല്ലെങ്കിൽ എന്ത് പറയാം, ഈ ഇക്വേഷൻ മാറ്റി എഴുതി കഴിഞ്ഞാൽ ഇവിടെ 15 into half into ഇന്റഗ്രൽ ഡി എസ്, കണ്ടോ, ഇന്റഗ്രൽ
ds. ഈ ഇന്റഗ്രൽ ds എന്ന് പറയുന്നത് എന്താണ്? അത് അവിടുത്തെ സർക്കംഫറൻസ് ആണ്. 2πr ആണ്. r 2 മീറ്റർ ആണ്. അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമുക്ക് വർക്ക് ഡൺ എന്ന് കിട്ടി? 94.2 ജൂൾസ് എന്ന് കിട്ടി. ഓക്കെ, ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വർക്ക് ഡൺ തന്നെയാണ്. പക്ഷെ എന്ത് ചെയ്യണം? ആ ഇന്റഗ്രൽ ഡിഎസിന്റെ വാല്യൂ നമുക്ക് അവിടെ അത് അറിഞ്ഞിരിക്കണം, സർക്കംഫറൻസ് ആണെന്നുള്ളത്. അപ്പൊ ഒരു റെക്ടാംഗുലർ ബ്ലോക്ക് ആണെങ്കിൽ, റെക്ടാംഗുലർ റീജിയൻ ആണെങ്കിൽ എന്ത് ചെയ്യുക? റെക്ടാംഗിളിന്റെ സർക്കംഫറൻസ്, പെരിമീറ്ററിന്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? മെൻഷൻ ചെയ്യേണ്ടി വരും ഇവിടെ. ഓക്കെ, അതാണ് ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. Next, the variation of a conservative force acting on a particle F is equal to minus ax plus bx square Newton, where a and b are constant and x is in meter. Find the potential energy associated with the force. ഇവിടെ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി ടേം ആണ് എന്ത് ചെയ്യേണ്ടത്? ഡിറ്റർമിൻ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വാല്യൂസ് ഒന്നും തന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ വാല്യൂസ് നമുക്ക് തന്നിട്ടുള്ള കോൺസ്റ്റൻസ് വെച്ച് എന്ത് ചെയ്താൽ മതി? അല്ലെങ്കിൽ വേരിയബിൾസ് വെച്ച് എന്ത് ചെയ്താൽ മതി? ഡിറ്റർമിൻ ചെയ്താൽ മതി. അപ്പോൾ ഫോഴ്സ് തന്നിട്ടുണ്ട്. ഫോഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഫോഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ആ പൊട്ടൻഷ്യൽ ഒരു ഫംഗ്ഷൻ അറിയല്ലോ, മൈനസ് ഇന്റഗ്രൽ എഫ് എസ് ഡി എക്സ് ആണ്. അത് എന്ത് ചെയ്യുക? ഇന്റഗ്രൽ സോൾവ് ചെയ്യുക. സോൾവ് ചെയ്ത് അത്ര എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യും? നമുക്ക് അവിടെ പൊട്ടൻഷ്യൽ എനർജി ടേമോ പ്രത്യേകിച്ച് വാല്യൂസ് തന്നില്ല. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും എക്സാമിനേഷന് പ്രതീക്ഷിക്കേണ്ട. എക്സാമിനേഷനെ കാട്ടി ഇതിലുള്ള മിക്കതും ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാം, പ്രതീക്ഷിക്കാം. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുത്ത് നോക്കുക. കാരണം ഈ ടെക്സ്റ്റിലുള്ള അത്രയും ക്വസ്റ്റ്യൻസ് ഇതിൽ ബേസിക് മോഡൽസ് ആണ് വരുന്നത്. ഇതിന്റെ 2-3 സെക്ഷനൊക്കെ ഒന്നിച്ചായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കില്ല. അതുപോലെ തന്നെ ഈ ഫസ്റ്റ് പറഞ്ഞ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. എന്തെങ്കിലും പാർട്ട് എ ആയിട്ടോ ബി ആയിട്ടോ അങ്ങനെയൊക്കെ ചോദിക്കാം. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് പഠിപ്പിച്ച അത്രയും കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ.